ജ്ഞാനം, ശക്തി, വിവേകം, ഭക്തി നമ്മിൽ മഴ പോൽ ചൊരിഞ്ഞിടണേ. അറിവ്, നീതി, ശാശ്വത ശാന്തി മഞ്ഞുപോൽ നമ്മിൽ അലിഞ്ഞിടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. ദൈവത്തിൻ്റെ സപ്താത്മാക്കൾ എന്ന ഈ ശുശ്രൂഷയുടെ 7ാം ദിനത്തിലേക്ക് ആത്മാവ് നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിന് ആവശ്യമായ അഭിഷേക കൃപകളാലും പരിശുദ്ധാത്മാവിൻ്റെ സപ്തദാനങ്ങളാൽ യുഗാന്ത്യ സഭ നവീകരിക്കപ്പെടുവാനുമായി ഈ ദിനങ്ങളിൽ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്. കർത്താവ് നൽകിയ ഈ നല്ല ദിനങ്ങളെ ഓർത്ത് നമുക്കവിടുത്തെ മഹത്വപ്പെടുത്താം. നമുക്ക് ആർക്കും ആത്മനാശം സംഭവിക്കാതിരിക്കാൻ സ്വർഗം നമ്മോട് കാണിക്കുന്ന കാരുണ്യവും വിശ്വസ്തതയുമാണ് ഇത്തരത്തിലുള്ള ഓരോ ശുശ്രൂഷയും. കർത്താവിൻ്റെ സ്നേഹമാണ് ഈ ശുശ്രൂഷകളിലൂടെ എല്ലാം ആത്മാവ് വെളിപ്പെടുത്തുന്നത്. പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ച് ആത്മാവിൻ്റെ വിശുദ്ധ ദാനങ്ങളാൽ പൂരിതരായി യുഗാന്ത്യ സഭയിൽ ധീരതയോടെ കർത്താവിന് സാക്ഷ്യം നൽകുവാനുള്ള അഭിഷേകത്തിലേക്ക് ഈശോ നമ്മെ നയിക്കുകയാണ്. പരിശുദ്ധ അമ്മ മാതാവ് തന്നെയാണ് ഈ ശുശ്രൂഷയെ കരം പിടിച്ച് നയിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പകരുന്നു. 119 സങ്കീർത്തനം 130 തിരുവചനം. വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുകയാണ്. അത് ജ്ഞാനപ്രകാശമാണ്. ദൈവത്തിൻ്റെ വചനം നമ്മൾ വിശ്വാസത്തോടെ വായിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും വചനം കേൾക്കുമ്പോഴും ആത്മാവ് നമ്മെ അഭിഷേകം ചെയ്യുകയാണ്. വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു. ഇത് ജ്ഞാന ചൈതന്യമാണ്. നമ്മുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും തിരുസഭ മുഴുവനിലും ഈ ജ്ഞാന ചൈതന്യം വ്യാപരിക്കുവാനായി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. മറ്റെന്തിനേക്കാളും നമുക്കിന്ന് ആവശ്യമായിരിക്കുന്നത് ജ്ഞാനത്തിൻ്റെ ആത്മാവിനെയാണ്. ജ്ഞാനം വെളിപ്പെടുമ്പോൾ അന്ധകാരം മാറുകയാണ്. ജ്ഞാനപ്രകാശം പരക്കുമ്പോൾ സകല ഇരുട്ടുകളും വഴിമാറിപ്പോവുകയാണ്. കർത്താവേ, ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. നമ്മൾ ദാഹാർത്തരായി പ്രാർത്ഥിക്കണം. എളിയവർക്ക് അത് അറിവ് പകരുന്നു. ജ്ഞാനത്തിൻ്റെ ആത്മാവിൽ നമ്മൾ ഓരോരുത്തരും നിറയപ്പെടുമ്പോൾ അത് ബുദ്ധിപരമായ യുക്തിപരമായ അറിവല്ല. കർത്താവിൻ്റെ മനസ്സറിയുവാൻ, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ജ്ഞാനത്തിലൂടെ സ്വന്തമാക്കുവാൻ, കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ദൈവരാജ്യത്തിൻ്റെ മുന്നണി പോരാളികളായി നമ്മളെല്ലാം രൂപപ്പെടുവാൻ ആത്മാവിൻ്റെ ജ്ഞാനമാണ് നമ്മളെ സഹായിക്കുന്നത്. അത് എളിയവർക്ക് അറിവ് പകരുന്നു. എത്രയോ വിശുദ്ധാത്മാക്കള് പലർക്കും ഒരു വിദ്യാഭ്യാസം പോലും ഇല്ലായിരുന്നു. എന്നാൽ ജ്ഞാനത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് അവർ അത്ഭുതകരമായ ദൈവിക രഹസ്യങ്ങൾ സ്വന്തമാക്കി. അവരുടെ കാലയളവിലുണ്ടായിരുന്ന ദൈവശാസ്ത്രജ്ഞന്മാർ പോലും അത്ഭുതപ്പെടുമാറ് വലിയ വലിയ ദൈവശാസ്ത്ര ചിന്തകള് ഈ എളിയവരായ വിശുദ്ധാത്മാക്കളിലൂടെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. എളിയവർക്കത് അറിവ് നൽകുന്നു. ജ്ഞാന ചൈതന്യം നമ്മെ അറിവുള്ളവരാക്കുന്നു. യുഗാന്ത്യ സഭ
ജ്ഞാനത്തിന്റെ ആത്മാവിൽ നയിക്കപ്പെടുവാൻ നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ സമൂഹങ്ങളെല്ലാം ജ്ഞാന ചൈതന്യത്താൽ പ്രകാശിതമാകുവാൻ നമുക്ക് ആഗ്രഹിക്കാം. പരിശുദ്ധ അമ്മ ബോധജ്ഞാനത്തിന്റെ സിംഹാസനമാണ്. അമ്മയോട് ചേർന്ന് അമ്മ മാതാവ് ഫാദർ സ്റ്റെഫാനോ ഗോപിയിലൂടെ നമുക്ക് നൽകിയ അവിശിഷ്ടമായ പ്രാർത്ഥന ജ്ഞാന ചൈതന്യത്താൽ നമ്മളെല്ലാം പൂരിതരാകുവാനായി ആഗ്രഹിച്ചുകൊണ്ട് ഒരു മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സാധിക്കുന്ന എല്ലാവരും നിങ്ങളായിരിക്കുന്നിടത്ത് എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ അല്പം തുറന്നു പിടിച്ച് നമുക്കൊന്നിച്ചു പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങയുടെ വത്സല മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാ ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങയുടെ വത്സല മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാ ഞങ്ങളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, സമൂഹങ്ങളുടെ മേൽ, തിരുസഭയുടെ മേൽ എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ ജ്ഞാനത്തിന്റെ ആത്മാവായി എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ ജ്ഞാന ചൈതന്യമായി ഞങ്ങളെ ഉണർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാനിയേൽ പ്രവചനം 13-ാം അധ്യായം 45-ാം വചനത്തിൽ വീണ്ടും പരിശുദ്ധ വചനം വെളിപ്പെടുത്തുകയാണ്. സുസന എന്ന് പറയുന്ന നിരപരാധിയായ കർത്താവിന്റെ പൊന്നുമോള്, അവൾ കൊലക്കളത്തിലേക്ക് ചെയ്യാത്ത കുറ്റത്തിനായി കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ ദാനിയേൽ എന്ന് പേരുള്ള ഒരു ബാലന്റെ പരിശുദ്ധമായ ആത്മാവിനെ കർത്താവ് ഉണർത്തുകയാണ്. ദാനിയേലിന്റെ ആത്മാവിനെ കർത്താവ് ഉണർത്തുകയാണ്. എന്റെ സഹോദരങ്ങളെ, ഈ സമയം ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ സ്വർഗം നമ്മെ ഉണർത്തുന്ന സമയമാണ്. ജ്ഞാനത്തിന്റെ ആത്മാവിൽ നമ്മുടെ കുടുംബങ്ങൾ ഉണരണം. എല്ലാ ആത്മീയ മന്ദതയിൽ നിന്ന്, ഈ ലോകത്തിന്റെ എല്ലാവിധ സ്വാധീന ബന്ധനങ്ങളിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങൾ ഉണർത്തപ്പെടുവാൻ, നമ്മുടെ സമൂഹങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുവാൻ, യുഗാന്ത്യ സഭ ജ്ഞാനത്തിന്റെ ആത്മാവിൽ നയിക്കപ്പെടുവാനും നവീകരിക്കപ്പെടുവാനുമായി നമ്മൾ ആഗ്രഹിക്കുക. ദാനിയേൽ ഉണർത്തിയ അതേ കർത്താവ് ഈ ശുശ്രൂഷയിലുടനീളം അവിടുന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ ഇടമുറിയാത്ത സാന്നിധ്യം നമ്മുടെ ആത്മാവിലേക്ക് അവിടുന്ന് പകർന്നു നൽകുകയാണ്. ജീസസ്, കർത്താവേ ജ്ഞാന ചൈതന്യത്താൽ ഞങ്ങൾ ഉണർത്തണമേ. എല്ലാ ആത്മീയ മന്ദതയിൽ നിന്ന്, നിസ്സംഗതയിൽ നിന്ന്, മടുപ്പിൽ നിന്ന്, നിഷ്ക്രിയത്തിൽ നിന്ന് ഞങ്ങളുടെ ജീവിതങ്ങളെ, കൂട്ടായ്മകളെ, സമർപ്പിത സമൂഹങ്ങളെ, സഭ മുഴുവനെയും ആത്മാവി ഉണർത്തണമേ, ആത്മാവി ഉണർത്തണമേ. ഈ ഒരു പ്രാർത്ഥനയോടെ ഇരു കരങ്ങളും ഉയർത്തി ഒരു മനസ്സോടെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ജ്ഞാനത്തിന്റെ ആത്മാവായി വരണമേ. പൂർവ്വപിതാക്കന്മാരെ നയിച്ച ജ്ഞാനത്തിന്റെ ആത്മാവേ, പ്രവാചകരെ നയിച്ച ജ്ഞാനത്തിന്റെ ആത്മാവേ, പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ ജ്ഞാനത്തിന്റെ ആത്മാവേ, സ്ത്രീകന്മാരെ ശക്തിപ്പെടുത്തിയ ജ്ഞാനത്തിന്റെ ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളെ നയിക്കണമേ. യുഗാന്ത്യ സഭയെ ശക്തീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും വിളിച്ചു പ്രാർത്ഥിച്ച് ഉണർവോടെ ദാഹാർത്തരായി പ്രാർത്ഥിച്ച് ജ്ഞാന ചൈതന്യം നമ്മിലേക്ക് ഒഴുകപ്പെടുന്ന സമയം. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കരങ്ങൾ അല്പം യാചനാപൂർവം തുറന്നു പിടിച്ച് അരൂപിയാൽ നിറയാൻ കവിയാൻ വരും നിതാ ഞങ്ങൾ. അരൂപിതൻ വരവും കൃപയും കരുത്തുമേകണമേ. ആത്മാവേ വരിക, വരിക പരിശുദ്ധാത്മാവേ. ജ്ഞാനത്തിന്റെ ആത്മാവായി ഞങ്ങളെ അവിടുന്ന് എംപവർ ചെയ്യണമേ. സ്പിരിറ്റ് മൂവ്. ഓരാത്മാവിലേക്കും
അവിടുത്തെ സാന്നിധ്യം വരട്ടെ. സഹായകൻ അണയുമ്പോ സദാ വസിച്ചവനുള്ളിൽ അനുസ്മരിപ്പിച്ചിടും അനന്തമാമൻ വചനം. ആത്മാവേ അഭിഷേകം ചെയ്യണമേ. അവിടുത്തെ ശബ്ദദാനങ്ങളാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സഭയെ വിശുദ്ധീകരിക്കണമേ. കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ. അരൂപിയാൽ നിറയാൻ കവിയാൽ വരും നിതാ ഞങ്ങൾ. ആമേൻ. അരൂപിതൻ വരവും കൃപയും കരുത്തുമേകണമേ. ഒരിക്കൽ കൂടെ എല്ലാവരും ശ്രദ്ധിക്കുന്നു. ആത്മാവേ അരൂപിതൻ വരവും കൃപയും കാലഘട്ടത്തിന് ആവശ്യമായ അഭിഷേക കൃപകൾ അവിടുത്തെ വിശുദ്ധ ദാനങ്ങളാൽ ഞങ്ങൾ അലങ്കരിക്കണമേ. ആത്മാവേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളെ അഭിഷേചിക്കണമേ. ഇരുകരങ്ങളും ഉയർത്തി എല്ലാം മറന്ന് ഒരു മനസ്സോടെ വിളിക്കുന്ന ആത്മാവേ സ്തുതിക്കുന്നു. അഭിഷേക കൃപകൾ വ്യാപരിക്കട്ടെ. കുടുംബങ്ങളിലേക്ക്, സമൂഹങ്ങളിലേക്ക്, തിരുസഭ മുഴുവനിലേക്ക്, വലിയ വൈദികരുടെ മേൽ, സമർപ്പിതരുടെ മേൽ, ആത്മായ പ്രേക്ഷകരുടെ മേൽ, കുടുംബസ്ഥരുടെ മേൽ, എല്ലാ യുവജനങ്ങളുടെ മേൽ ജ്ഞാന ചൈതന്യം വ്യാപരിക്കട്ടെ. ദാനിയേൽ ഉണർത്തിയ കർത്താവേ ഞങ്ങളെ ഉണർത്തണമേ. കാലഘട്ടത്തെ വിവേചിക്കുവാൻ ഞങ്ങളെ ഉണർത്തണമേ. അസംഖ്യം ആത്മാക്കളെ വീണ്ടെടുക്കുവാൻ ഞങ്ങളെ ഉണർത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഈശോയേ നന്ദി, ഈശോയേ നന്ദി, ഈശോയേ സ്തുതി. യുഗാന്ത്യ സഭയുടെ സംരക്ഷകയായ, തിരുസഭയുടെ നാഥയായ പരിശുദ്ധ അമ്മ മാതാവേ, അമ്മ എല്ലാ ജനപദങ്ങളുടെ അഭിഭാഷകയാണല്ലോ. അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുകയാണ്. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും അമ്മ കരം പിടിച്ച് നയിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ പരിശുദ്ധ അമ്മ മാതാവേ, ആത്മാവിന്റെ വിശുദ്ധ ദാനങ്ങളാൽ ഞങ്ങൾ എല്ലാവരും അലങ്കൃതരാകുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥമേകണമേ. നമ്മൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഒരു ആനന്ദത്തോടെ ഒന്നിച്ച് ആമേൻ പറഞ്ഞേ. ആമേൻ, ആമേൻ. നമുക്ക് ശാന്തമായി നമ്മുടെ സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ആത്മാക്കൾക്ക് നാശം സംഭവിക്കാതിരിക്കാനാണ് ഇതുപോലെയുള്ള ശുശ്രൂഷകൾ കർത്താവ് സഭയിലൂടെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്വർഗം നമ്മോട് കാണിക്കുന്ന വിശ്വസ്തതയോർത്തും കർത്താവിൻ്റെ കാരുണ്യത്തെയോർത്തും നമുക്ക് നന്ദിയുള്ളവരാകാം. യുഗാന്ത്യ സഭ ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മെ അറിയിക്കുകയാണ്. മെജുഗുറിയ കുന്നിൽ പരിശുദ്ധ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈ കാലഘട്ടത്തെക്കുറിച്ച് തൻ്റെ മക്കൾ കൃത്യതയോടെ അറിയുവാൻ വേണ്ടി അമ്മ ഇപ്രകാരം പ്രവചന സന്ദേശം നമുക്ക് നൽകുകയാണ്. ഇത് പിശാചിന് അനുവദിക്കപ്പെട്ട സമയമാണ്. മുഴുവൻ ലോകത്തിൻ്റെ മേലും അന്ധകാരം ആധിപത്യം പുലർത്തിയിരിക്കുന്നു. ഇന്ന് വളരെയധികം മനുഷ്യരും വിശ്വാസമില്ലാതെയാണ് ജീവിക്കുന്നത്. പലർക്കും യേശുവിനെ കുറിച്ച് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല. അതേസമയം തന്നെ അവർ സമാധാനവും സംതൃപ്തിയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥനകൾ എനിക്ക് ആവശ്യമായിരിക്കുന്നത് ഇവിടെയാണ്.
മനുഷ്യവംശത്തെ രക്ഷിക്കുവാനുള്ള ഏക വഴി പ്രാർത്ഥനയാണ്. അനേകം മനുഷ്യർ വിശ്വാസം ഉപേക്ഷിക്കുകയും യേശുവിനെ കുറിച്ച് കേൾക്കുന്നത് പോലും അവർക്കിഷ്ടമില്ലാതായി തീരുകയും ചെയ്യുന്നു. പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം നൽകിയ ഈ പ്രവചന സന്ദേശം നമ്മളായിരിക്കുന്ന നാളുകളിൽ എത്ര അർത്ഥവത്താണ്. അനേകർക്ക് ആത്മീയത ഒട്ടും താല്പര്യമില്ല. അപ്പോസ്തലനായ പൗലോസ് സഭയോട് പറഞ്ഞു, കാലം അതിനന്ത്യത്തിലേക്ക് ചെല്ലുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ള മനുഷ്യരുണ്ടാകും. സത്യവിശ്വാസം ജീവിക്കുവാൻ താല്പര്യമില്ലാത്ത, ഈശോയെക്കുറിച്ച് കേൾക്കുവാനും അവിടുത്തെ വചനമനുസരിച്ച് ജീവിക്കുവാനും ഒട്ടും മനസ്സില്ലാത്ത, വിശ്വാസത്യാഗം സംഭവിക്കുന്ന, ലൗകികതയുടെ അതിപ്രസരത്തിൽ പിടിക്കപ്പെട്ട അനേകം ജീവിതങ്ങൾ ഈ നാളുകളിൽ ഉണ്ടാകുമെന്ന് അമ്മ മാതാവ് അറിയിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് സഭ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് വിശ്വാസത്യാഗമാണ്, വിശ്വാസരാഹിത്യമാണ്. പിശാച് ഇന്ന് മറ്റെന്തിനേക്കാളും ഉപരി സത്യവിശ്വാസത്തെ തകർക്കുവാനും മനുഷ്യഹൃദയങ്ങളിൽ വിശ്വാസത്തിന്റെ വെളിച്ചം കെടുത്തിക്കളയുവാനും ഇന്ന് വളരെ തന്ത്രപൂർവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അമ്മ മാതാവ് പറഞ്ഞു, പിശാചിനെ സമയം അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ഒരു കാലം. സാത്താന്റെ പ്രവർത്തനം അതിന്റെ അത്യുച്ച കോടിയിൽ എത്തിയിരിക്കുന്ന ഒരു നാളാണിത്. അതിന്റെ പ്രതിഫലനങ്ങൾ നമ്മൾ ഇന്ന് ലോകത്തിലും സഭയിലും കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ വിശ്വാസത്യാഗത്തിന്റെ നാളുകളിൽ ആത്മാവ് വ്യക്തമായി നമ്മോട് പറയുകയാണ്, കുടുംബസ്ഥരായ മാതാപിതാക്കളായ നമ്മോട്, ഒരു അപ്പൻ ഒരു അമ്മ എന്ന നിലയിൽ നമ്മുടെ കുടുംബത്തെ സത്യവിശ്വാസത്തിൽ വളർത്തുവാനും വിശ്വാസ ചൈതന്യം നമ്മുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കുന്നതിൽ ഓരോ മാതാവും പിതാവും ജാഗ്രതയുള്ളവരാകണം, ഉത്സുകരാകണം. നമുക്കറിയാം, നമ്മൾ യൂണിവേഴ്സിറ്റികളിലും സ്കൂളുകളിലൊക്കെ ചെല്ലും എത്ര പേരൻസാണ് വളരെ വേദനയോടുകൂടി പറയുന്നത്, ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം വിശ്വാസം നഷ്ടപ്പെടുകയാണ്. ഇന്ന് അനേകം കോളേജുകളിൽ യൂണിവേഴ്സിറ്റികളിൽ എത്തിസമാണ്, നിരീശ്വര ചിന്തകള്, യുക്തി ചിന്തകള്, ആപേക്ഷിക വാദങ്ങള്, സെക്കുലറിസത്തിന്റെ അതിപ്രസരം മൂലം ഇന്ന് പിശാച് ദൈവമില്ലാത്തൊരു ലോകത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വിശ്വാസത്തിനോ വിശ്വാസ സത്യങ്ങൾക്കോ കർത്താവിന്റെ വചനത്തിനോ യാതൊരു വിലയുമില്ല. ഇന്ന് അനേക യുവമക്കള് നിരീശ്വര പ്രസ്ഥാനങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ട് യുക്തിചിന്തയിലും പലരും ഫ്രീ തിങ്കേഴ്സായി, ദൈവനിഷേധികളായി, വിശ്വാസത്യാഗികളായി നമ്മുടെ ഒത്തിരിയേറെ മക്കള് മാറിയിരിക്കുകയാണ്. വളരെ വേദനയോടെയാണ് അമ്മ മാതാവ് ഈ സത്യം നമ്മൾ അറിയിക്കുന്നത്. അനേകർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. യേശുവിനെ കുറിച്ച് കേൾക്കുന്നത് പോലും താല്പര്യമില്ലാതെയാകും. എത്ര കൃത്യമാണ് അമ്മയിലൂടെ നൽകപ്പെടുന്ന ഈ പ്രവചന സന്ദേശം. മാതാപിതാക്കളെ, നമ്മുടെ കുടുംബത്തെ സത്യവിശ്വാസത്തിൽ വളർത്തുവാനും നമ്മുടെ മക്കളെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുവാനും അതീവ ശ്രദ്ധയുള്ളവരായിരിക്കണം ഈ കാലഘട്ടത്തിലെ മാതാപിതാക്കൾ. വളരെ കോമ്പറ്റിറ്റീവായി ഈ ലോകത്തിൽ അവരെ മത്സരബുദ്ധിയോടുകൂടി വളർത്തിയാൽ മാത്രം പോരാ, അതാവശ്യമാണ്. കുറച്ചൊക്കെ ലോകത്തിന് വിജ്ഞാനം മാത്രം പകർന്നു കൊടുത്താൽ പോരാ, അവർ ദൈവിക ജ്ഞാനമുള്ള കുഞ്ഞുങ്ങളാകുവാൻ, അവർ വചനത്തിൻ്റെ ജീവിതങ്ങളായി മാറുവാൻ, ഈശോയെ സ്നേഹിക്കുന്ന, നിത്യജീവനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന മക്കളായി മാറുന്നതിൽ ഓരോ മാതാവും പിതാവും വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. പേരൻസ് മാത്രമല്ല, വന്യവൈദികർ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൈവജനത്തെ സത്യവിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതിൽ, വിശ്വാസ സത്യങ്ങളിൽ അവരെ വളർത്തുന്നതിൽ, വിശ്വാസ പ്രഘോഷണങ്ങളിൽ അതീവ ശ്രദ്ധയുണ്ടാകണം.
കാരണം ഇന്ന് പിശാച് ഏറ്റവും അധികം ആക്രമിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെയാണ്. വിശ്വാസത്തെ തകർത്താൽ കുടുംബങ്ങളെ തകർക്കാൻ പറ്റും. വിശ്വാസം തകർന്നാൽ സഭയെ നശിപ്പിക്കാൻ കഴിയും. നമ്മൾ ഇന്ന് കാണുന്ന എല്ലാവിധ ആത്മീയവും ധാർമ്മികവുമായ അപജയങ്ങളുടെ കാരണം വിശ്വാസത്തിൻ്റെ തകർച്ചയാണ്. വിശ്വാസ തകർച്ച എവിടെയുണ്ടോ സഹോദരങ്ങളെ, അവിടെ എല്ലാവിധത്തിലുമുള്ള ആത്മീയമായ തകർച്ചയുണ്ട്. ഭൗതികമായ നന്മകളും വളർച്ചയ്ക്കും ഉണ്ടാകാം. ഞാൻ പറയുന്നത് ആത്മീയമായ തകർച്ച. ഇന്ന് നമ്മൾ കാണുന്ന എല്ലാവിധ അരാജകത്വത്തിൻ്റെയും മ്ലേച്ഛതയുടെയും അപജയങ്ങളുടെയും അടിസ്ഥാനം വിശ്വാസത്തിൻ്റെ തകർച്ചയാണ്. ഇവിടെയാണ് നമ്മൾ ഓരോരുത്തരും കാവൽക്കാരായി മാറേണ്ടത്, ജാഗ്രതയുള്ളവരായി മാറേണ്ടത്, അതീവ ശ്രദ്ധയിലേക്ക് കടന്നു വരേണ്ടത്. സഭാപ്രസംഗന്റെ പുസ്തകം 10-ാം അധ്യായം 18-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുകയാണ്, ഉടമസ്ഥൻ അശ്രദ്ധനായാൽ മേൽക്കൂര ഇടിഞ്ഞു വീഴും, അവൻ അലസനായാൽ പുര ചോരും. മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട വന്യവൈദികരെ, സമർപ്പിതരെ, സന്യസ്തരെ, എൻ്റെ സഹോദരങ്ങളായ ആത്മായ പ്രേക്ഷിതരെ, ഞാനും നിങ്ങളും ചങ്കിലേക്ക് ഏറ്റെടുക്കേണ്ട വചനമാണിത്. ഉടമസ്ഥൻ അശ്രദ്ധനായാൽ മേൽക്കൂര ഇടിഞ്ഞു വീഴും, അവൻ അലസനായാൽ പുര ചോരും. ഇന്ന് ഒരുപാട് കുടുംബങ്ങൾ തകർച്ചയിലായിരിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ പോലും എന്തുമാത്രം വിശ്വാസ പ്രതിസന്ധിയാണ് ഈ കാലഘട്ടത്തിൽ, അല്ലേ? കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കാൻ വരുന്നില്ല, അവർ ദേവാലയത്തിലേക്ക് വരുവാൻ അവർക്ക് താല്പര്യമില്ല, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ, കർത്താവിൻ്റെ രക്തശരീരങ്ങൾ ഉൾക്കൊള്ളുവാൻ, കുടുംബ പ്രാർത്ഥനയിൽ സജീവമായി പ്രാർത്ഥിക്കുവാൻ ഇന്ന് അനേക മക്കൾക്ക് താല്പര്യമില്ല. അവർക്ക് അതിലൊന്നും യാതൊരു ഇൻട്രസ്റ്റുമില്ല. എൻ്റെ സഹോദരങ്ങളെ, അവിടെ നമ്മൾ കെയർലെസ്സായി മാതാപിതാക്കൾ ചിന്തിക്കുകയാണ്, മക്കള് അവർക്ക് പ്രായമായില്ലേ, അവർ സ്വയം ചിന്തിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കെയർലെസ്സായി ലാഘവമായി നമ്മുടെ മക്കളുടെ വിശ്വാസ ജീവിതത്തെ കണ്ടു കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മ മാതാവ് പറയുന്നൊരു സന്ദേശമുണ്ട്. അപ്രകാരമുള്ള മാതാപിതാക്കൾ ദൈവസന്നിധിയിൽ വളരെയധികം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. കുടുംബങ്ങൾ നിത്യരക്ഷയുടെ അനുഭവത്തിൽ കുടുംബങ്ങളെ വളർത്തുന്നതിൽ മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ അലസരായാൽ, മാതാവേ പിതാവേ, ഞാനും ഒരു അപ്പനാണ്, നമ്മൾ അലസരായാൽ പുര ചോരും. നമ്മുടെ കുടുംബത്തിൽ വിശ്വാസം നശിക്കും, നമ്മുടെ കുഞ്ഞുങ്ങളിൽ വിശ്വാസ രാഹിത്യമുണ്ടാകും. ഇന്ന് എത്ര കുടുംബങ്ങളെ, ക്രൈസ്തവ കുടുംബങ്ങളെ ഇന്ന് പിശാച് സെക്യുലറാക്കി മാറ്റി. അനേകം കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥന പോലുമില്ല, അനുദിന ദിവ്യബലിയില്ല, ദൈവവചന ധ്യാനമില്ല. ഈ ആത്മീയ തകർച്ചയുടെ കാരണം എന്താ? നമ്മുടെ അശ്രദ്ധയാണ്. സാമുവേലിന്റെ 1-ാം പുസ്തകം 3-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, അന്നത്തെ മഹാപുരോഹിതനായ ഏലിയോട് കർത്താവ് പറയുന്നൊരു മുന്നറിയിപ്പുണ്ട്. നിന്റെ മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം നീ അറിഞ്ഞിട്ടും നീ അവരെ തിരുത്താത്തത് മൂലം, അവരെ തടയാഞ്ഞത് മൂലം, എൻ്റെ വഴിയിലേക്ക് അവരെ കൊണ്ടുവരാഞ്ഞത് മൂലം നിന്റെ കുടുംബത്തിൻ്റെ മേൽ ഞാൻ ശിക്ഷാവിധി നടപ്പിലാക്കാൻ പോവുകയാണ്. സഹോദരങ്ങളെ, നമ്മൾക്ക് വലിയ കണക്ക് കൊടുക്കേണ്ടി വരും. ഇത് വന്യവൈദികർക്കും സമർപ്പിതർക്കും എല്ലാം ഒരുപോലെ ബാധകമാണ്. യൂദാശ്ലീഹ യുഗാന്ത്യ സഭയെ കണ്ടുകൊണ്ട് പ്രവചനാത്മാവിൽ ഇപ്രകാരം സഭയോട് പറയുകയാണ്. താൻ എഴുതിയ ലേഖനം 1-ാം അധ്യായം 3-4 വചനങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പൊതുവായി ലഭിച്ചിരിക്കുന്ന രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ഞാൻ അതിയായി ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വിശുദ്ധർക്ക് എന്നേക്കുമായി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്ന് ഉപദേശിച്ചുകൊണ്ട് നിങ്ങൾക്ക് എഴുതേണ്ടി വന്നിരിക്കുന്നത്. 4-ാം വചനത്തിൽ പറയാണ്, ഈ വിശ്വാസത്തെ നശിപ്പിക്കുവാനും തകർക്കുവാനും വേണ്ടി ചില ദുഷ്ട മനുഷ്യർ നിങ്ങളുടെ ഇടയിൽ തന്നെ കയറിക്കൂടിയിട്ടുണ്ട്. എല്ലാവരും വചനം ശ്രദ്ധിച്ച്,
രക്ഷയെക്കുറിച്ച് പൊതുവായി എഴുതുവാൻ യൂദാസ്ലീഹ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ആത്മാവ് പറഞ്ഞത് രക്ഷയെക്കുറിച്ചല്ല എഴുതേണ്ടത്, ദൈവജനത്തെ ഓർമ്മിപ്പിക്കുക, സത്യവിശ്വാസത്തിന് വേണ്ടി പോരാടുവാൻ, സത്യവിശ്വാസം സൂക്ഷിക്കുവാനായി നീ അവരോട് ആവശ്യപ്പെടുക. കാരണം വിശ്വാസത്തെ ഇല്ലാതാക്കുവാൻ ചില ദുഷ്ട മനുഷ്യർ ഇതാ സഭയിലേക്ക് കയറിക്കൂടിയിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, സത്യവിശ്വാസത്തെ ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള അനേകം പ്രവൃത്തികൾ ഈ നാളുകളിൽ നമ്മൾ കാണുകയാണ്. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വളരെ വിശുദ്ധയായ മദർ മരിയാനയ്ക്ക് നമ്മൾ 2-ാം ദിനത്തിൽ അത് കണ്ടതാണ്. പരിശുദ്ധ അമ്മ മാതാവ് പ്രവചന സന്ദേശമായി കൊടുക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന വിശ്വാസ തകർച്ച നമ്മുടെ കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ, സഭയിൽ വിശ്വാസ സത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ സഭാ നേതൃത്വത്തിനുണ്ടാകുന്ന ചില അപജയങ്ങളെ കുറിച്ച് തന്നെ വളരെ വേദനയോടെ അമ്മ മാതാവ് മദർ മരിയാനയ്ക്ക് പറഞ്ഞു കൊടുക്കുക. അത് യുഗാന്ത്യ സഭയ്ക്കുള്ള ഒരു പ്രവചന ശക്തമായ സന്ദേശമാണ്. എന്താണ് അമ്മ പറയുന്നത്? പരിശുദ്ധ അമ്മ പറയുന്നു, അവിടെ മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് സത്യവിശ്വാസത്തിന്റെ വെളിച്ചം കെട്ടുപോകും. വിശ്വാസത്തിന് വെളിച്ചം കെട്ടുപോകും. വിശ്വാസത്തിന് വിരുദ്ധമായ ആശയങ്ങളും പ്രബോധനങ്ങളും ചില സിദ്ധാന്തങ്ങളും സഭയിൽ മുളച്ചു പൊന്തും. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ വചനം പറയുന്നത്, നമ്മൾ അതീവ ജാഗ്രതയുള്ളവരായിരിക്കണം. അതീവ ജാഗ്രതയിലേക്ക് നമ്മൾ കടന്നു വരണം. ഇത് എപ്രകാരമാണ് പിശാച് ചെയ്യുന്നത്? വിശുദ്ധ സുവിശേഷം 13-ാം അധ്യായം 25-ാം വചനത്തിലോട്ട് വരാം. അവിടെ എന്താ കർത്താവിൻ്റെ വചനം പറയുന്നത്? ആളുകൾ ഉറക്കമായപ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു. നമ്മൾ ശ്രദ്ധിക്കണമേ, നമ്മുടെ ആത്മീയമായ ഉറക്കമാണ് ശത്രുവിനെ കള വിതയ്ക്കുവാനുള്ള അവസരമായി മാറുന്നത്. ബഹുമാനപ്പെട്ട വന്യവൈദികർ അവർ ഉറങ്ങുമ്പോൾ, ഉറങ്ങുന്ന പറഞ്ഞത് ശാരീരികമായ ഉറക്കമല്ല ഇവിടെ പറയുന്നത്. ഈ ഉറക്കം എന്താണ്? ഇത് അതിനെക്കുറിച്ച് അവബോധമില്ലാത്തവരാകുക, അല്ലെങ്കിൽ നമ്മൾ വളരെ ബിസി ആയിട്ട് മാറുക, അല്ലെങ്കിൽ ഇവിടെ ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, അങ്ങനെ അമിതമായ ഓവർ കോൺഫിഡൻസ്, ഇതുപോലെയുള്ള പഠനങ്ങൾ, പ്രബോധനങ്ങൾ, ഇത്തരത്തിലുള്ള പൈശാചിക പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ അരങ്ങേറുന്നുണ്ട് എന്നതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ, അജ്ഞത, ഇതെല്ലാം ഒരു തരത്തിലുള്ള ഉറക്കമാണ്. നമ്മുടെ അജ്ഞതയും നമ്മുടെ അറിവില്ലായ്മയും നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതവും നമ്മുടെ അശ്രദ്ധയും നമ്മുടെ അനാസ്ഥയും നമ്മുടെ ഓവർ കോൺഫിഡൻസുമാണ് ഈ ഉറക്കം. ഇത് പിശാചിനെ നുഴഞ്ഞു കയറി വിശ്വാസത്തെ ഇല്ലാതാക്കുവാൻ അവൻ പലവിധ കളകൾ സഭയിലും കുടുംബങ്ങളിലും നമ്മുടെ കൂട്ടായ്മകളിലും നമ്മുടെ സമൂഹങ്ങൾക്ക് വിതച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഈ കള വിതയ്ക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നില്ല. കാരണം നമ്മൾ ഉറക്കത്തിലാണ്. ആളുകൾ ഉറക്കമായപ്പോൾ ശത്രു വന്ന് കള വിതച്ച് കടന്നു കളഞ്ഞു. എന്തിനീ ഉറക്കമായപ്പോൾ കള വിതച്ചത്? ഇങ്ങനൊരു കള വിതച്ചിട്ടുണ്ടെന്ന് നമ്മൾ ആരും അറിയാൻ പാടില്ല. ഇനി വിതച്ചിരിക്കുന്നത് ആരാണെന്ന് കണ്ടുപിടിക്കാനും പാടില്ല. എത്ര തന്ത്രപരമായിട്ടാണ് ശത്രു പ്രവർത്തിക്കുന്നത്. ഈ ശത്രു ആരാണെന്ന് വ്യക്തമായി നമ്മുടെ കർത്താവ് പഠിപ്പിക്കുക. 13-ാം അധ്യായം 39-ാമത്തെ വചനത്തിൽ അവ വിതച്ച ശത്രു പിശാചാണ്, കൊയ്ത്ത് യുഗാന്തമാണ്, കൊയ്ത്തുകാർ ദൈവ ദൂതന്മാരുമാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ കള വിതയ്ക്കുന്നത് സത്യവിശ്വാസത്തിന് വിരുദ്ധമായി നമ്മൾ ഇന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ സഭ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി അതാണ്. വിശ്വാസത്തിന് വിരുദ്ധമായ തെറ്റായ പ്രബോധനങ്ങൾ, സഭയുടെ പ്രബോധനങ്ങൾക്കും വിശ്വാസ സത്യങ്ങൾക്കും വിരുദ്ധമായ പഠനങ്ങൾ. പിശാച് ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തെ ഇല്ലാതാക്കുവാനും അനേകം ഹൃദയങ്ങളിൽ സത്യവിശ്വാസത്തിന് വെളിച്ചം കെടുത്തിക്കളയുവാനും അവർ രൂപപ്പെടുത്തിയിരിക്കുന്ന പലവിധ ഫിലോസഫികൾ, ഇസങ്ങൾ, ഇതറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, എന്തിനെ സഭയ്ക്കകത്ത് പോലും കയറിക്കൂടി വിശ്വാസത്തെ
ക്ഷയിപ്പിക്കുകയാണ്. വിശ്വാസ തകർച്ച സംഭവിക്കുകയാണ്. അതുകൊണ്ടാണ് ബെനഡിക്ട് 16 മാർപ്പാപ്പ വിശ്വാസത്തിന്റെ സംരക്ഷകനും സത്യവിശ്വാസത്തിന്റെ പ്രവാചകനുമായിരുന്നു ബെനഡിക്ട് 16 മാർപ്പാപ്പ. തന്റെ സഭാഭരണകാലത്ത് മാർപ്പാപ്പ പറഞ്ഞ കാര്യം ഇതാണ്: ഇന്ന് തിരുസഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് വിശ്വാസരാഹിത്യമാണ്. സഭയ്ക്കുള്ളിലുള്ള വിശ്വാസത്യാഗങ്ങൾ, വിശ്വാസികളിലുള്ള വിശ്വാസരാഹിത്യം. പേര് അന്തോണിക്കുട്ടി, ഇല്ലാത്തത് വിശ്വാസം. പേര് മറിയക്കുട്ടി, ഇല്ലാത്തത് വിശ്വാസം. എന്റെ സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കണം, മാർപ്പാപ്പ പറയാണ്, നമ്മൾ ആരും പേരുകൊണ്ട് ക്രൈസ്തവരാകുന്നില്ല. ക്രിസ്തു തന്റെ സഭയ്ക്ക് വിശ്വസ്തയോടെ വരമേൽപ്പിച്ച വിശ്വാസം ജീവിക്കുന്നവരും അത് കൈമാറുന്നവരുമാണ് യഥാർത്ഥ ക്രൈസ്തവരെന്ന് ഒരു പ്രവാചക ശബ്ദത്തോടെ ഈ യുഗാന്ത്യ സഭയ്ക്ക് ബെനഡിക്ട് 16 മാർപ്പാപ്പ മുന്നറിയിപ്പ് തരികയാണ്. ഇത് തന്നെയാണ് ഈ കാലഘട്ടങ്ങളിൽ പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം നൽകുന്ന പ്രവചന സന്ദേശങ്ങൾ. മെജുഗുറിയായിൽ അമ്മ അറിയിച്ച സന്ദേശം നമ്മൾ കണ്ടു. അനേകരുടെ വിശ്വാസം ഇല്ലാതാകും. യേശു എന്ന് പറയുന്നത് പോലും താല്പര്യമില്ല. നമ്മളൊരു ആ കാലത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് കൊരിന്ത്യസ്കാർക്ക് 1 ലേഖനം 16 അധ്യായം 13 വചനത്തിൽ, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ. എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞേ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ. ഒരല്പം കൂടി സ്വരത്തിൽ പറഞ്ഞ്, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച്, വിശ്വാസത്തെ പ്രതി രക്തം ചിന്തേണ്ടി വന്നാലും, വിശ്വാസത്തെ പ്രതി എന്തൊക്കെ ത്യാഗങ്ങളോ സഹനമോ കഷ്ടതയോ ക്ലേശമോ ദുരിതമോ അപമാനങ്ങളോ അപഖ്യാതികളോ എന്ത് തന്നെ സംഭവിച്ചാലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള ഒരു കമ്മിറ്റ്മെന്റ്, പ്രതിബദ്ധത ഈ കാലഘട്ടത്തിൽ ദൈവജനത്തിന് ഉണ്ടാകണമെന്ന് ആത്മാവ് ആഗ്രഹിക്കുകയാണ്. കൊളോസ്യർക്കുള്ള ലേഖനം 2:7 ഇതേ സത്യം പൗലോസ് പഠിപ്പിക്കുകയാണ്. ക്രിസ്തുവിൽ വേരുറപ്പിക്കപ്പെട്ടും അവനിൽ പണിതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചും കൊണ്ട് അനർഗളമായ കൃതജ്ഞത പ്രകാശനത്തിൽ നിങ്ങൾ മുഴുകുവിൻ. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ദൃഢത പ്രാപിക്കേണ്ട ഒരു സമയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുവാനും ജീവിക്കുവാനുമുള്ള നാളുകൾ. എപ്രകാരമാണ് സത്യവിശ്വാസത്തെ നശിപ്പിക്കുവാൻ, സഭയുടെ പ്രബോധനങ്ങളിൽ കൺഫ്യൂഷൻ, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാൻ ഇന്ന് പിശാച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? വെളിപാട് പുസ്തകം 13 അധ്യായം 5-6 വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം വചനം വായിക്കണം. സാത്താൻ അധികാരം നൽകപ്പെട്ടിരിക്കുന്ന ഈ നാളുകളിൽ ദൈവദൂഷണവും വമ്പും പറയുന്നൊരു വാ അതിന് നൽകപ്പെട്ടു. ദൈവദൂഷണവും വൻപും പറയുന്ന ഒരു വാ അതിന് നൽകപ്പെട്ടു. നമ്മൾ മനസ്സിലാക്കി, ഇന്ന് ഈ ലോകത്തിന്റെ ഭരണചക്രത്തെ നിയന്ത്രിക്കുന്നത് നുണയുടെ ആത്മാവാണ്, കാപട്യത്തിന്റെ ആത്മാവ്, വഞ്ചനയുടെ ആത്മാവ്. എവിടെയും നമ്മൾ നോക്കുമ്പോൾ ചതിയാണ്. രാഷ്ട്രീയ മണ്ഡലമാകട്ടെ, സാമൂഹ്യ മണ്ഡലമാകട്ടെ, ഇന്ന് നമ്മൾ ഏത് മണ്ഡലത്തിലേക്ക് നോക്കിയാൽ അവിടെ ചതിയും കാപട്യവും കള്ളത്തരങ്ങളും നുണയുമാണ്. അതിന്റെ കാരണം ഇത് അത്തരത്തിലുള്ളൊരു കാലമാണ്. വമ്പ് പറയുന്ന നാവ്, നുണ പറയുന്ന, വഞ്ചിക്കുന്നൊരു നാവ് അതിന് നൽകപ്പെട്ടു. ആ നാവ് എന്താ ചെയ്യുന്നത്? 6 വചനം എല്ലാവരും ശ്രദ്ധാപൂർവം വായിക്കണം, ഉച്ചത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് വായിച്ച്. ദൈവത്തിനെതിരെ ദൂഷണം പറയാൻ അത് വാ തുറന്നു. അതിനൊരു വാ നൽകപ്പെട്ടു, നാവ് നൽകപ്പെടുകയാണ്. ആ നാവ് കൊണ്ട് എന്തു ചെയ്യുന്നു? ദൈവത്തിനെതിരെ ദൂഷണം പറയുന്നു. കർത്താവിന്റെ നാമത്തെയും അവിടുത്തെ വാസസ്ഥലം അത് പരിശുദ്ധ സഭയാണ്. സഭയെയും സ്വർഗത്തിൽ വസിക്കുന്നവരെ, അത് വിശുദ്ധരാണ്, പ്രവാചകരാണ്,
പരിശുദ്ധ അമ്മ ശൗസേ പിതാവ് സ്വർഗവാസികളെ അത് ദുഷിച്ചു പറയുകയാണ്, ദുഷിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങൾ, ഇന്ന് എന്താ സംഭവിക്കുന്നത്? ഇന്ന് നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ ഈ വചനം ചിന്തിച്ചപ്പോൾ എത്ര കൃത്യതയോടെയാണ് ആത്മാവ് ഈ സത്യം നമുക്ക് പറഞ്ഞു തരുന്നത്. ദൈവത്തിനെതിരെ നമുക്ക് വ്യാപകമായ ദൈവനിഷേധമാണ്, വ്യാപകമായിട്ടുള്ള ദൈവദൂഷണങ്ങള്, ക്രൈസ്തവ വിരുദ്ധത, കർത്താവിന്റെ നാമത്തെ അവഹേളിക്കുക, പരിശുദ്ധ അമ്മ മാതാവിനെ അവഹേളിക്കുക. നമുക്കറിയാം എത്രയോ ചാപ്പലുകൾ തകർക്കുന്നു, കുരിശുകൾ തകർക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവിന് തിരുസ്വരൂപത്തെ അമ്മയെ നഗ്നയാക്കി ചിത്രീകരിക്കുന്നു, അമ്മയുടെ ചുണ്ടിൽ സിഗരറ്റ് വെച്ചു കൊടുക്കുന്നു, കർത്താവിങ്ങനെ മദ്യം കഴിക്കുന്ന കർത്താവ്. ഇതൊക്കെ എത്രയോ പരസ്യമായി അവഹേളിക്കുകയാണ്, ദൈവത്തെ ദുഷിക്കുകയാണ്, കർത്താവിന്റെ പരിശുദ്ധ നാമത്തെ അവഹേളിക്കുകയാണ്. ഒപ്പം പ്രിയപ്പെട്ടവരെ, പലവിധ ഇസങ്ങൾ കൊണ്ടുവരുന്നു. യൂണിവേഴ്സലിസം, പ്ലൂറലിസം, സെക്യുലറിസം, റിലേറ്റിവിസം, ഹ്യൂമാനിസം, സോഷ്യലിസം, കമ്മ്യൂണിസം, ഫെമിനിസം, എന്തുമാത്രം ഇസങ്ങളാണ് ഈ കാലഘട്ടത്തിൽ പിശാച് രൂപപ്പെടുത്തിയിരിക്കുന്നത്. എന്തിനു വേണ്ടി? സത്യവിശ്വാസത്തെ ഇല്ലാതാക്കാൻ, മനുഷ്യ ഹൃദയങ്ങളിൽ വിശ്വാസത്തിന്റെ വെളിച്ചം കെടുത്തിക്കളയുവാൻ ബോധപൂർവം പിശാച് മെനഞ്ഞെടുത്തിരിക്കുന്ന ഒരുപാട് ഫിലോസഫികൾ ഈ കാലഘട്ടത്തിലുണ്ട്. ദുഷിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ നോക്ക്, ക്ലബ്ബ് ഹൗസുകളിലേക്ക് നോക്ക്, എന്തുമാത്രം റേറ്റിംഗ്സ് ആണ് വരുന്നത്, വീഡിയോകള്. ഇതൊക്കെ നമ്മുടെ യുവമക്കൾ കണ്ട് എത്ര യുവജനങ്ങളാണ് വിശ്വാസം ഉപേക്ഷിക്കുന്നത്, സഭ ഉപേക്ഷിക്കുന്നത്. കുദാശകൾ വേണ്ട, പ്രാർത്ഥന വേണ്ട. അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്, ഈ കാലഘട്ടത്തിൽ സഭ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധിയാണ് വിശ്വാസ നിസ്സംഗത, വിശ്വാസത്തോടുള്ള നിഷ്ക്രിയത. ഈ ലോകത്തിൽ ജീവിക്കാൻ എന്തിനു വിശ്വാസത്തിന് ആവശ്യം അല്ലേ? എന്തിനു വിശ്വാസത്തിന് ആവശ്യം? കോവിഡ് നാളുകളിൽ ദേവാലയം ഉണ്ടായിട്ടാണോ, കുദാശകൾ ഉണ്ടായിട്ടാണോ, പരിശുദ്ധ കുർബാന ഉണ്ടായിട്ടാണോ നമ്മൾ ജീവിച്ചെന്ന് ചോദിക്കുന്ന അനേകർ ഈ കാലഘട്ടത്തിലുണ്ട്. ഈ ലോകത്ത് ജീവിക്കാൻ പണമുണ്ടായാൽ മതി, നല്ല ജോലിയും ബിസിനസ് ഉണ്ടായാൽ മതി. എത്ര പേര് വിശ്വാസമില്ലാതെ ജീവിക്കുന്നു? പിന്നെ എന്തിനാ വിശ്വാസത്തിന്റെ പേരിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ ഇല്ലാതാക്കുന്നത്? ഇന്ന് അനേക യുവമക്കൾ ചോദിക്കുന്ന ചോദ്യ, നമ്മുടെ ഭവനങ്ങളിൽ പല കുഞ്ഞുങ്ങളും ചോദിക്കുന്നുണ്ട്, എന്തിനാപ്പ ഇതുപോലെ വിശ്വാസം അടിച്ചേൽപ്പിക്കുന്നത്? ഞങ്ങൾക്ക് ഫ്രീഡം വേണം, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ അവകാശമല്ലേ, എപ്രകാരമാണ് ജീവിക്കേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. പരിശുദ്ധ കുർബാന, വചനം, പ്രാർത്ഥന, സഭ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്തേ കാണിച്ചു കൊണ്ടിരിക്കുന്നത്? സഹോദരങ്ങളെ, ഈ ദുഷിപ്പും കൊണ്ട് അവൻ ദുഷിക്കുകയാണ്. അവന്റെ വാ തുറന്ന് ദൈവദൂഷണങ്ങള്, ദൈവനിഷേധങ്ങള്, സത്യവിശ്വാസത്തിന് വിരുദ്ധമായിട്ടുള്ള റേറ്റിംഗ്സ്, അങ്ങനെയുള്ള പ്രഘോഷണങ്ങള്, അങ്ങനെയുള്ള വർക്ക്ഷോപ്പുകള്, ഇതെല്ലാം ഇന്നൊരു പ്രളയം പോലെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത്. വീണ്ടും വെളിപാട് 12:15 വരിക, സ്ത്രീ ഒഴുക്കിക്കളയാൻ സർപ്പം തന്റെ വായിൽ നിന്ന് നദി പോലെ ജലം അവളുടെ പിന്നാലെ പുറപ്പെടുവിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചേ, പിശാച് അവന്റെ വാ തുറന്ന് ഒരു പ്രളയം പോലെ നദി ഒഴുക്കിക്കള. ഈ പ്രളയം എന്താ? ഇത് നിരീശ്വരമാണ്. ദൈവമില്ല, ദൈവം മരിച്ചു. ഇത് സെക്യുലറിസമാണ്, ഇത് ആപേക്ഷിതവാദമാണ്, ഇത് പലത് യൂണിവേഴ്സലിസമാണ്, പ്ലൂറലിസമാണ്. എൻ്റെ സഹോദരങ്ങളെ, എന്തൊക്കെയാണ്! ഒരു പ്രളയം പോലെ ഒഴുകുകയാണ് ഇതുപോലുള്ള ദൈവനിഷേധ പ്രബോധനങ്ങൾ, റേറ്റിംഗ്സും അത്തരത്തിലുള്ള പ്രവർത്തന ശൈലികൾ. ഈ പ്രളയ ഒഴുക്കിൽ ഞാനും നിങ്ങളും മുങ്ങിപ്പോകാതിരിക്കാൻ പരിശുദ്ധ അമ്മ മാതാവ് നമ്മളെ ഒരുക്കുകയാണ്. ഞാൻ വീണ്ടും പറയട്ടെ, യുഗാന്ത്യ സഭയെ ആത്മീയമായി ഒരുക്കുവാൻ പരിശുദ്ധ ത്രിത്വം നിയോഗിച്ചിരിക്കുന്നത് പരിശുദ്ധ അമ്മ മാതാവിനെയാണ്. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കുക. അവൾ വെളിപാടിലെ കന്യകയാണ്. എന്റെ സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കണമേ. വാ തുറന്നൊരു പ്രളയം പോലെ ഇന്ന് ദൈവനിഷേധവും ദൈവദൂഷണവും
വിശ്വാസരാഹിത്യത്തിന് ചിന്തകളും പഠനങ്ങളും പ്രബോധനങ്ങളും നിത്യതയെ മറക്കുന്ന നിത്യജീവന്റെ സത്യങ്ങളെ മിഥ്യയായി അവതരിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരുപാട് പഠന പ്രബോധനങ്ങൾ ഒരു പ്രളയം പോലെ ഇന്ന് പിശാച് ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഹംഗറിയായിലെ നത്താലി എന്ന് പറയുന്ന സിസ്റ്റർ വലിയൊരു മിസ്റ്റിക്കാണ്. ആ സിസ്റ്റർക്ക് എന്താണ് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തത്? ലോകത്തേക്ക് സമാധാനം കൊണ്ടുവരുന്ന വിജയത്തിന് തൊട്ടു മുൻപ് സഭയിൽ വലിയ ക്രമരാഹിത്യവും ഭീകരതയും നിലനിൽക്കുമെന്ന് കർത്താവായ ഈശോ അറിയിച്ചു. ഈ ക്രമരാഹിത്യത്തിന്റെ ഹേതു ഭദ്രമായി സൂക്ഷിക്കപ്പെടുന്ന സഭയുടെ ഭദ്രാസനങ്ങളിലേക്ക് നാസ്തികത നുഴഞ്ഞു കയറും. പാരമ്പര്യ വിശ്വാസങ്ങൾ നശിപ്പിക്കപ്പെടും. ശ്രദ്ധിക്കണം, നിങ്ങൾ ഒരു സെക്കൻഡ് ശ്രദ്ധിച്ച്. ഇന്ന് പലരും പറയുന്നൊരു കാര്യം, അത് കാലഹരണപ്പെട്ടു, കാലത്തിനനുസരിച്ച് നമ്മൾ അത് ശരിയാണത്. പക്ഷെ ദൈവവചനം കാലത്തിനനുസരിച്ച് മാറ്റാനുള്ളതാണോ? ആണ് സഹോദരങ്ങളെ. കർത്താവിന്റെ വചനം കാലങ്ങൾക്കനുസരിച്ച് മാറ്റാനുള്ളതാണോ? നമ്മുടെ കർത്താവ് എന്താ പറഞ്ഞത്? ആകാശവും ഭൂമിയും കടന്നു പോയാലും എൻ്റെ വചനം കടന്നു പോവുകയില്ല എന്ന് നമ്മെ പഠിപ്പിച്ച കർത്താവിൻ്റെ സത്യവചന നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞാലും വചനം മാറുന്നില്ല. വചനത്തെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടോ കർത്താവ് തൻ്റെ പരിശുദ്ധ സഭയ്ക്ക് നൽകിയിരിക്കുന്ന സത്യവിശ്വാസത്തെ ഇല്ലാതാക്കിക്കൊണ്ടല്ല നമ്മൾ ഇന്ന് മാറ്റങ്ങൾ വരുത്തേണ്ടത്. കാലോചിതമായി സുവിശേഷം പ്രഘോഷിക്കണം, അത് വളരെ ആവശ്യമാണ്. മീഡിയയിലൂടെ സുവിശേഷം പ്രഘോഷിക്കണം. ഈ കാലഘട്ടത്തിന് ചേർന്ന വിധം കർത്താവിൻ്റെ വചനം പ്രസന്റ് ചെയ്യണം. ഇതെല്ലാം വളരെ ആവശ്യമാണ് എന്ന് വിചാരിച്ച് സുവിശേഷ സത്യങ്ങൾ മാറ്റുവാനും കർത്താവിൻ്റെ വചനത്തെ അതിനോട് ഒഴികഴിവ് പറയാനും നമുക്ക് അവകാശമില്ല. പാരമ്പര്യ വിശ്വാസങ്ങൾ പിശാച് തകർക്കാൻ നോക്കും. കാരണം അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭണ്ഡാരമാണ്, നമ്മുടെ വിശ്വാസ ശക്തിയുടെ ഉറവിടമാണ്. സഭയുടെ ട്രഡീഷണലായിട്ടുള്ള ഫെയ്ത്ത്, കർത്താവിൻ്റെ എന്തുമാത്രം കർത്താവിൻ്റെ മാലാക, നമുക്ക് പ്രാർത്ഥനകൾ ഒരുപാട്, നമുക്ക് സഭാ പിതാക്കന്മാരിലൂടെ വിശുദ്ധാത്മാക്കളിലൂടെ ഒക്കെ സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന പാരമ്പര്യ വിശ്വാസങ്ങളുണ്ട്. ഈശോ സിസ്റ്റർ നത്താലിയായി അറിയിച്ചു. എന്താണ് അറിയിച്ചത്? എങ്ങും ലൗകിക മാനദണ്ഡങ്ങൾ നിലവിൽ വരികയും ആ നാളുകളിൽ ധാരാളം പേർ സഭയെ എതിർക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി. ശ്രദ്ധിക്കണം, സഭയെ എതിർക്കുക നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുക. സഭയെ എതിർക്കുന്നു. അഭിനന്ദ പിതാക്കന്മാരെ, സഭാ നേതൃത്വത്തെ, സഭയുടെ പ്രവർത്തനങ്ങളെ, സഭയുടെ ശുശ്രൂഷകളെ എതിർക്കുക, ധിക്കരിക്കുക, അതിനെ വളരെ അപഹാസ്യപരമായ രീതിയിൽ പ്രവർത്തിക്കുക, പെരുമാറുക. ഈ നാളുകളിൽ ലോകവ്യാപകമായി ഒരു സ്ഥലത്തോ ഇന്ന സ്ഥലത്തോ മാത്രമല്ല, ഇത് ആഗോള തലത്തിൽ ഒരു പകർച്ചവ്യാധി പോലെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. സഭയെ ദുഷിക്കുക, സഭാ നേതൃത്വത്തെ ദുഷിക്കുക. പിശാച് വാ തുറന്ന് എൻ്റെ പ്രളയം വിട്ടുകൊണ്ടിരിക്കുക. വെളിപാട് 12:15 പറയുന്നത് പോലെ വീണ്ടും എന്താണ് സിസ്റ്റർ നത്താലിയിലൂടെ ഈശോ പറഞ്ഞത്? അവരുടെ ലക്ഷ്യമാകട്ടെ വിശ്വാസികളിൽ സഭയോട് അലക്ഷ്യഭാവം ഉളവാക്കുകയും സഭയിലുള്ള വിശ്വാസം അവരിൽ നിന്ന് എടുത്തു കളയുകയും അങ്ങനെ അവരെ സാത്താന് എളുപ്പത്തിൽ ഇരയാക്കുകയുമാണ്. എത്ര തന്ത്രപരമായിട്ടാ നമ്മൾ ഇന്നലത്തെ ശുശ്രൂഷയിൽ കണ്ടു. പിശാചിൻ്റെ വഞ്ചനകളെ, അവൻ്റെ ചതിക്കുഴികളെ തിരിച്ചറിയുവാൻ ജ്ഞാനത്തിൻ്റെ ആത്മാവ് നമുക്ക് ആവശ്യമാണെന്ന്. ജ്ഞാന വെളിച്ചം കെട്ടുപോയത് കൊണ്ടാണ് സഹോദരങ്ങളെ ഈ ചതിയും അവൻ്റെ തന്ത്രവും തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ പോകുന്നത്. നമ്മൾ ശ്രദ്ധിക്കണമേ, ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നു ഇതിലൂടെ എന്ത് സംഭവിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 24:10 പറയാണ്, അനേകർ വിശ്വാസം ഉപേക്ഷിക്കുന്നു. കണ്ടു, അനേകർ വിശ്വാസം ഉപേക്ഷിക്കുന്നു. ഇന്ന് ഇതാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എത്ര കൃത്യമാണ്, ലിറ്ററലി ആക്ഷരികമായി ഈ വചനം നമ്മുടെ നാളുകളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുക. വീണ്ടും പൗലോസ്ലീഹ സഭയോട് പറഞ്ഞു, തിമോത്തിയോസിന് 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം
ഒന്നാമത്തെ തിരുവചനം. വരും കാലങ്ങളിൽ ചിലർ കപടാത്മാക്കളിലും പിശാചിന്റെ പ്രബോധനങ്ങളിലും ശ്രദ്ധയർപ്പിച്ച് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് ആത്മാവ് വ്യക്തമായി പറയുന്നു. പിശാചിന്റെ പ്രബോധനങ്ങളിൽ, അതാണ് സാത്താൻ രൂപം കൊടുത്തിരിക്കുന്ന പല പല ഇസങ്ങള്, ഫോൾസ് ഡോക്ട്രീൻസ്, സത്യവിശ്വാസത്തിന് ചേരാത്ത പ്രബോധനങ്ങള്, വ്യാജ പഠനങ്ങള്, ഇതെല്ലാം ഇന്നൊരു പ്രളയം പോലെ ഒഴുകിക്കൊണ്ടിരിക്കുക. നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം. ഇവിടെയാണ് ജ്ഞാനത്തിൻ്റെ ആത്മാവ് നമ്മെ നയിക്കേണ്ടത്. ജ്ഞാന ചൈതന്യത്താൽ നമ്മൾ ഇതെല്ലാം വിവേചിക്കണം. പ്രിയപ്പെട്ടവരെ, അനേകർ വ്യതിചലിച്ചു പോകും. വിശ്വാസത്തിൽ നിന്ന് അനേകർ വ്യതിചലിച്ചു പോകും. അതുകൊണ്ട് പൗലോസ്ലീഹ പറഞ്ഞത്, ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിക്കുന്നു. വീണ്ടും തെസ്സലോനി സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 5-ാം അധ്യായം 21-ാം വചനത്തിൽ എന്താണ് വചനം പഠിപ്പിക്കുന്നത്? എല്ലാം പരിശോധിച്ചു നോക്കുവീൻ. എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞേ, എല്ലാം പരിശോധിച്ചു നോക്കുവീൻ. ഒരു അല്പൂടി സ്വരത്തിൽ പറഞ്ഞേ, എല്ലാം പരിശോധിച്ചു നോക്കുവീൻ. എല്ലാം പരിശോധിച്ചു നോക്കുവീൻ, നല്ലവയെ മുറുകെ പിടിക്കുവീൻ. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, 100 ഉപദേശങ്ങളെ പുറകെ, 100 പ്രബോധനങ്ങളെ പുറകെ നമ്മൾ ഓടരുത് പ്രിയപ്പെട്ടവരെ. സഭയുടെ വിശ്വാസത്തിനും സഭയുടെ പ്രബോധനത്തിനും ചേർന്നുകൊണ്ടുള്ള അതിൽ അധിഷ്ഠിതമായ പ്രബോധനങ്ങള്, പഠനങ്ങള് നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങണം. മദ്യപാനത്തെക്കാളും ഈ കഞ്ചാവ്, മയക്കമരുന്ന്, മറ്റ് പലവിധ പൈശാചിക പീഡകളെക്കാളും അതികഠിനമാണ് തെറ്റായ പ്രബോധനത്തിന്റെ ബന്ധനം എന്ന് പറയുന്നത്. നമുക്കറിയാം, സഭയിൽ നിന്ന് വിട്ടുപോയ പല പല സെക്റ്റുകള് ഭാര്യ ഭർത്താവിനെയും മക്കളെയും വിട്ട് ഇതാ പോയിരിക്കുകയാണ്. സുബോധമുള്ളൊരു സ്ത്രീക്ക് ചെയ്യാൻ പറ്റുമോ? ബുദ്ധിയിൽ അന്ധകാരം വ്യാപിച്ചു. തെറ്റായ പ്രബോധനത്തിന്റെ സ്വാധീനമാണത്. അത്രമാത്രം ഡേഞ്ചറസ് ആയ, വളരെ ഗൗരവമായി ഞാനും നിങ്ങളും കാണേണ്ട ഒരു കാര്യമാണ്. ഇന്ന് സഭ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് ഇത് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി. നിങ്ങൾ എല്ലാം പരിശോധിച്ചു നോക്കുവീൻ. എന്താ വചനം പറയുന്ന? എല്ലാം പരിശോധിച്ചു നോക്കുവീൻ. നമ്മൾ അപ്പോസ്തല പ്രവർത്തനത്തിലോട്ട് വരുമ്പോൾ ഒരു കാര്യം കാണാൻ പറ്റും. പൗലോസ്ലീഹ ബെറയായിലെ വിശ്വാസികളോട് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുകയാണ്. ഈ ബെറോയിലെ വിശ്വാസികൾ എന്താ ചെയ്തെന്ന് അറിഞ്ഞു? പൗലോസ്ലീഹ പറഞ്ഞത് സത്യമാണെന്നറിയാൻ അവിടെ പരിശുദ്ധ ബൈബിൾ എടുക്കുക. ആ കാലഘട്ടത്തിലെ തിരുവെഴുത്തുകൾ പരിശോധിക്കുകയാണ്. പ്രസംഗകൻ ആരാ? പൗലോസ്ലീഹയാണ്. സഭ കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തനായ മിഷണറി, ദൈവശാസ്ത്രജ്ഞൻ. അദ്ദേഹം പ്രസംഗിച്ച സുവിശേഷ പ്രഘോഷണം സത്യത്തിന് വിരുദ്ധമായി, സഭയുടെ പ്രബോധനത്തിന് വിരുദ്ധമായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അവര് തിരുവെഴുത്തുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഈ ഒരു ദൈവിക ജ്ഞാനം യുഗാന്ത്യ സഭയിലെ ദൈവജനത്തിനുണ്ടാകണം. ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ, വാട്സപ്പിലൊക്കെ എന്തുമാത്രം ഗ്രൂപ്പുകളാണെന്നറിയോ? അതിലൊത്തിരി നല്ല നല്ല കൂട്ടായ്മകളുണ്ട്. അതിനോട് ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നാൽ പല ഗ്രൂപ്പുകളും സത്യപ്രബോധനത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. നമ്മൾ അതിലേക്ക് വരാൻ പോവാണ്. നമ്മൾ അത് വളരെ ശ്രദ്ധയോടെ നമ്മൾക്കതിൽ ജാഗ്രത വേണമെന്ന്. ഇവിടെയാണ് ജ്ഞാനത്തിൻ്റെ ആത്മാവിൻ്റെ ആവശ്യം. ജ്ഞാനത്തിൻ്റെ ആത്മാവിൽ ഇത് വിവേചിക്കുവാനുള്ള ജ്ഞാന ചൈതന്യം എൻ്റെ സഹോദരങ്ങളെ ഈ നാളുകളിൽ ഉണ്ടാകണം. ഒരു അത്ഭുതത്തെക്കുറിച്ച് കേട്ടു, ഉടനെ അങ്ങോട്ട് ഓടരുത്. എല്ലാ അത്ഭുതങ്ങളും കർത്താവിൽ നിന്നല്ല. നമുക്കറിയാം, സഭയ്ക്ക് പുറത്ത് ഇതുമാത്രം അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. പല പല സമൂഹങ്ങളിലും, ക്രിസ്തീയ സമൂഹങ്ങളിൽ അല്ലാത്ത സമൂഹങ്ങളിലും അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ പറയുന്ന പല അത്ഭുതങ്ങളും നമ്മൾ ചിന്തിക്കണം. സ്വർഗം തരുന്ന അത്ഭുതങ്ങളാണെങ്കിൽ അവിടെ മാനസാന്തരമുണ്ട്, അവിടെ അനുതാപമുണ്ട്, അവിടെ നിത്യരക്ഷയുടെ അനുഭവങ്ങളുണ്ട്, അവിടെ ജീവിത നവീകരണമുണ്ട്, അവിടെ വിശുദ്ധീകരണമുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, അവസാന നാളുകളിൽ ഇതിൽ ക്രിസ്തുവിന്റെ ആത്മാവ് വ്യാജ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുമെന്ന് അപ്പോസ്തലനായ പൗലോസ് സഭയ്ക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ടവർ പോലും വഴിതെറ്റിക്കുമാറ് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുമെന്ന്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ.
ഇത് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചതാണ്. അപ്പൊ എല്ലാ അത്ഭുതങ്ങളെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. പറയുന്നത് നിങ്ങൾ ജ്ഞാനത്തോടെ മനസ്സിലാക്കണം. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറഞ്ഞേ, ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെ ആത്മാവേ, ജ്ഞാനത്തിന്റെ ആത്മാവേ, ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ നയിക്കണമേ. ജ്ഞാനത്തിന്റെ ആത്മാവേ, ജ്ഞാനത്തിന്റെ ആത്മാവേ, ജ്ഞാനപ്രകാശം നൽകണമേ, ജ്ഞാനപ്രകാശം നൽകണമേ. അപ്പൊ നമ്മളിത് ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവിക ജ്ഞാനത്തിൽ നമ്മൾ വിവേചിക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങൾ പങ്കുവെക്കാൻ പോവുക. നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധാപൂർവമായിരിക്കണം. ഇന്ന് പിശാച് സഭയുടെ സത്യവിശ്വാസത്തെയും അതുപോലെ തന്നെ അനേകരെ വിശ്വാസത്തിൽ നിന്ന് അകറ്റുവാൻ വേണ്ടി പിശാച് കൊണ്ടുവരുന്ന ഒരു പ്രബോധനം, ഒരു ടീച്ചിങ് ആണ് യൂണിവേഴ്സലിസം. ശ്രദ്ധിച്ചെല്ലാവരും, യൂണിവേഴ്സലിസം. എന്താണ് യൂണിവേഴ്സലിസം? ആദിമ സഭയിൽ സഭാ പണ്ഡിതനായിരുന്ന ഒറിജിൻ എന്ന് പറയുന്ന ഒരു വലിയ സഭാ പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം നല്ല അറിവും പാണ്ഡിത്യക്കുള്ള ആളാണ്. സഭാചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ഒരു പ്രബോധനത്തിൻ്റെ പിന്തുടർച്ചയാണ് ഈ യൂണിവേഴ്സലിസം. അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു. എന്നാൽ അതിൻ്റെ കൂടെ അദ്ദേഹം പറഞ്ഞു, ദൈവം കരുണ മാത്രമാണ്. അത് ശരി, ദൈവം കരുണാമയനാണ്. ദൈവത്തിൻ്റെ കരുണയാൽ അവിടുന്ന് എല്ലാവരെയും രക്ഷിക്കും. ദൈവത്തിൻ്റെ കരുണയാൽ എല്ലാവരും രക്ഷിക്കപ്പെടും. ആരും നരകത്തിൽ പോവില്ല, എല്ലാവർക്കും സ്വർഗമുണ്ട്. അവസാന സമയം ദൈവത്തിൻ്റെ കരുണയാൽ പിശാച് പോലും രക്ഷപ്പെടും. അങ്ങനെ നരകമില്ലാതാകും. നമ്മളെല്ലാവരും സ്വർഗത്തിലേക്ക് പോകും. എന്ത് നല്ല ടീച്ചിങ് അതല്ലേ! എന്ത് നല്ല പഠനം ഇത്! എന്ത് സുഖം നമുക്കത്! അങ്ങനെയാണോ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്? അതുകൊണ്ട് തന്നെ ആദിമസഭയിൽ ജ്ഞാനമുള്ള സഭാപിതാക്കന്മാരെ ആ പ്രബോധനത്തെ ശപിച്ചു തള്ളി. ഈ ഒറ്റ പഠനത്തിന്റെ പേരിലാണ്, അല്ലെങ്കിൽ ഒറിജിൻ എന്ന് പറയുന്ന സഭാപണ്ഡിതൻ സഭാപിതാക്കന്മാരുടെ ഗണത്തിൽ എണ്ണപ്പെടേണ്ടവനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനെ മാറ്റി നിർത്തി. ആ പഠനത്തെ ശപിച്ചു തള്ളി ആദിമസഭാ കാലഘട്ടത്തിൽ. ഇന്ന് ഇതിൻ്റെ പ്രചാരകരെ പോലെ ഈ കാലഘട്ടത്തിൽ പല ശുശ്രൂഷകരുണ്ട്. അവർ നരകത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല. എൻ്റെ സഹോദരങ്ങളെ, പലരും എന്തിനാണ് അതൊക്കെ ചിന്തിക്കുന്നത്? ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് നമ്മൾ അത്ര വലിയ പ്രാധാന്യം കൊടുക്കണ്ട. ദൈവം കരുണയാണ്, കരുണയാണ്, ദൈവം കരുണയാണ്, ദൈവം കരുണയാണ്. എന്നാലൊപ്പം ദൈവം നീതിയുടെ ദൈവം കൂടിയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. വെളിപാട് പുസ്തകം 21:27 ഇത് കർത്താവിൻ്റെ പരിശുദ്ധ വചനമാണ്. അവിടെ എന്താ പറയുന്നത്? എന്നാൽ കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. അശുദ്ധമായതൊന്നും, മ്ലേച്ഛതയും കൗടില്യം പ്രവർത്തിക്കുന്ന ആരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. ഇത് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പ്രബോധനമാണ്. ഇന്ന് പല പ്രഘോഷകരും നരകത്തെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് അസ്വസ്ഥതയാണ്. നമ്മൾ നരകം തന്നെ പറയാനല്ല പറയുന്നത്, പക്ഷെ അത് നമ്മൾ പഠിപ്പിക്കണം. ഞാൻ പലപ്പോഴും അത്ഭുതത്തോടെ ചിന്തിക്കാറുണ്ട്. ഫാത്തിമ പ്രത്യക്ഷീകരണത്തിൻ്റെ 3-ാം പ്രത്യക്ഷീകരണത്തിൽ 1917 ജൂലൈ മാസം 13-ാം തീയതി പരിശുദ്ധ അമ്മ മാതാവ് തൻ്റെ ചൂണ്ടുവിരൽ ആകാശത്തിലേക്ക് നീട്ടിയപ്പോൾ ആ 3 ഇടയ കുഞ്ഞുങ്ങൾ ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് അവർ മറ്റൊരു പ്രതലത്തിലേക്ക് എത്തി. ആ കുഞ്ഞുങ്ങൾ അവർ ഭയപ്പെടുകയാണ്. അവർ നോക്കുമ്പോൾ ഇത് വലിയൊരു അഗ്നി തടാകം. അഗ്നി തടാകത്തിൽ അനേക ആത്മാക്കൾ നിലവിളിക്കുന്നു, ശപിക്കുന്നു, പ്രാകുന്നു, മുരളുന്നു. പരിശുദ്ധ അമ്മ ചോദിക്കും, മക്കളെ, നിങ്ങൾ ഈ കാണുന്നത് എന്താ നിങ്ങൾക്ക് അറിയോ? ആ കുഞ്ഞുങ്ങൾ പറഞ്ഞു, അമ്മേ, ഞങ്ങൾക്കറിയില്ല. അമ്മ മാതാവ് പറഞ്ഞു, ഇതാണ് നിത്യനരകം, ഇതാണ് നിത്യനരകം. ഈ നരക ദർശനം അമ്മ മാതാവ് കാണിച്ചു കൊടുത്തത് 95 വയസ്സായി വല്യപ്പച്ചനല്ല, 80 വയസ്സ് പ്രായമുള്ള വല്യമ്മച്ചിക്കുമല്ല. 8 വയസ്സ് പ്രായം, 9 വയസ്സ് പ്രായം, 11 വയസ്സ് പ്രായമുള്ള കൊച്ചു കുട്ടികൾക്കാണ് നരകദർശനം കൊടുത്തത്. അമ്മയ്ക്ക് അറിയില്ലേ? ഇത് കണ്ടു കഴിഞ്ഞ് ഈ കുട്ടികൾ പേടിക്കും, അവർക്ക് അസ്വസ്ഥത വരും, ഭയം ജനിക്കും. അമ്മ എന്താ മണ്ടിയാണോ? പിന്നെ എന്തിനാണ് സ്വർഗം ആ കുഞ്ഞുങ്ങൾക്കത് കാണിച്ചു കൊടുത്തത്? ഈ നരകദർശനം കണ്ടതോടുകൂടി
അവരിൽ ദൈവഭയം വർദ്ധിച്ചു. നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത് ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാനുള്ള അവരുടെ പ്രതിബദ്ധത വർദ്ധിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും പല പല ന്യായീകരണങ്ങൾ പറഞ്ഞ് സഭയുടെ ഈ അടിസ്ഥാന പ്രബോധനങ്ങളിൽ നിന്ന് നമ്മൾ പലപ്പോഴും അകന്നു പോകുന്നു. വെളിപാട് പുസ്തകം 21:8 പറയുന്നുണ്ട് പരിശുദ്ധ വചനം, ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ എന്നിവരുടെ ഓഹരിയും തീയും ഗന്ധകവും എരിയുന്ന തടാകവുമായിരിക്കും. ഇതാണ് രണ്ടാമത്തെ മരണം. അപ്പൊ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, ദൈവം കരുണയാണ്. നമ്മൾ ആരും നശിച്ചു പോകാൻ ഒരിക്കലും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അത് പൂർണ്ണമായി ശരിയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ ദൈവകരുണയോട് സഹകരിക്കാതെ ഞാൻ എൻ്റെ തന്നിഷ്ടം പോലെ ജീവിച്ച് പ്രസാദവര നഷ്ടപ്പെടുത്തി ഞാൻ മാരകപാപത്തിലായിരുന്നു ഞാൻ അനുദപിക്കുന്നില്ലെങ്കിൽ എനിക്ക് സ്വർഗം കിട്ടുമെന്ന് ഒരിക്കലും സഭ പഠിപ്പിക്കുന്നില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുണയെ ഞാൻ തിരസ്കരിച്ചാൽ ദൈവത്തിന് പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. യൂണിവേഴ്സലിസം ഇന്ന് നമ്മുടെ നാളുകളിൽ പലരും ഇതിന് പ്രചാരകരായി പ്രഘോഷകരായി മാറുന്നുണ്ട്. ഞാൻ വേദനയോടെ പറയട്ടെ, നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധ സഭയുടെ സത്യപ്രബോധനങ്ങളോടും സത്യവിശ്വാസത്തോടും നമ്മൾ ചേർന്ന് നിൽക്കണം. പരിശുദ്ധ കത്തോലിക്ക സഭ എന്താ പഠിപ്പിക്കുന്നത്? 1305 ഖണ്ഡികയിൽ സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നു, നരകത്തിന്റെ അസ്തിത്വത്തെയും അതിന്റെ നിത്യതയെയും സഭയുടെ പ്രബോധനം സ്ഥിരീകരിക്കുന്നു. മാരകപാപത്തിന്റെ അവസ്ഥയിൽ മരിക്കുന്നവരുടെ ആത്മാക്കൾ മരിച്ചാൽ ഉടനെ നരകത്തിൽ പതിക്കുന്നു. നരകത്തിൽ പതിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നരകത്തിൽ നിബന്ധിച്ച ഒരു ആത്മാവിനെ സ്വർഗത്തിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കുമോ? സാധിക്കുക സഹോദരങ്ങളെ, ദൈവത്തിന് പോലും പറ്റില്ല. കാരണം ദൈവത്തിന്റെ നീതി അതിനനുവദിക്കില്ല. നരകത്തിൽ ആരൊക്കെ നിബന്ധിക്കുന്നു നമുക്കറിയില്ല, അത് കർത്താവിന് മാത്രമേ അറിയൂ. പക്ഷെ നരകത്തിൽ ഒരു ആത്മാവ് നിബന്ധിച്ചാൽ പിന്നെ ആത്മാവിന് മാനസാന്തരമില്ല, ആത്മാവിനെ മരണം, ആത്മാവിന് അനുതാപമില്ല, ആത്മാവിന് സ്വർഗ സൗഭാഗ്യമില്ല. ഇറ്റേണൽ പണിഷ്മെന്റ്, നിത്യശിക്ഷയിലേക്കാണ് അവർ പോയിരിക്കുന്നത്. എവർ ലാസ്റ്റിംഗ് പണിഷ്മെന്റ്. ഇത് തന്നെയാണ് സഭ പറയുന്നത്. 1033 ഖണ്ഡികയിൽ വീണ്ടും സഭ പഠിപ്പിക്കുകയാണ്, മനസ്തപിച്ച് ദൈവത്തിൻ്റെ കരുണാർദ്ര സ്നേഹം സ്വീകരിക്കാതെ മാരകപാപത്തിൽ മരിക്കുക എന്നതിൻ്റെ അർത്ഥം നമ്മുടെ സ്വതന്ത്രമായ തീരുമാനപ്രകാരം എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുക എന്നതാണ്. അവിടെ പറയാണ്, ദൈവത്തോടും വാഴ്ത്തപ്പെട്ടവരോടുമുള്ള സംസർഗത്തിൽ നിന്ന് സുനിശ്ചിതമായി നമ്മെ തന്നെ വേർപ്പെടുത്തി നിർത്തുന്ന അവസ്ഥയെ നരകമെന്ന് വിളിക്കുന്നു. അപ്പോൾ നരകമുണ്ട്. അത് കെട്ടുകഥയല്ല, അതൊരു മിഥ്യാധാരണയല്ല, അത് മനുഷ്യ സങ്കല്പമല്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇന്ന് നിത്യതയെ മറച്ചുകൊണ്ട് പിശാച് അനേകരെ ജഡത്തിൽ ബന്ധിച്ചിരിക്കുകയാണ്. കാരണം ഈ നരകം, ശുദ്ധീകരണ സ്ഥലം എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കാൻ അത്ര സുഖമുള്ള കാര്യമല്ല. നമുക്ക് സന്തോഷം തരുന്ന, നമുക്കൊരു ഈസി ലൈഫ്, നമുക്കിവിടെ ഇങ്ങനെ സന്തോഷത്തോടെ അല്ലിലും വലിച്ചിലും ഇല്ലാതെ അതിന് പറ്റുന്ന സന്ദേശങ്ങൾ കേൾക്കാനാണ് അധികം പേര് താല്പര്യപ്പെടുന്നത്. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ മാതാവ് അറിയിക്കുന്ന സന്ദേശങ്ങൾ മുഴുവൻ എന്താ? മുഴുവൻ ഈ പ്രാർത്ഥനയെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും അനുതാപത്തെക്കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ചും പരിഹാരത്തെക്കുറിച്ചും വിശുദ്ധീകരണത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങളാണ്. നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. അതുകൊണ്ട് നിത്യജീവന്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെടണം. ഇന്ന് നമ്മുടെ നവീകരണ മുന്നേറ്റത്തിൽ പോലും ഭൗതികതയുടെ അതിപ്രസരമാണ്. ഭൗതികതയുടെ സുവിശേഷം നമുക്ക് ആവശ്യമാണ് അതൊക്കെ. പക്ഷെ അതിനേക്കാൾ എത്രയും വിലപ്പെട്ടതാണ് നിത്യജീവന്റെ സുവിശേഷം. സഭയുടെ പ്രബോധനമാണ് മനുഷ്യന്റെ അന്ത്യങ്ങൾ. 4 മരണം, വിധി, സ്വർഗം, നരകം, ഇതൊക്കെ ശക്തമായി ഇന്ന് സഭയിൽ പ്രഘോഷിക്കേണ്ട സമയമാണ്. ഈ വിഷയങ്ങൾ കാലഹരണപ്പെട്ടു പോയോ? സഹോദരങ്ങളെ, എന്താ നമ്മുടെ അഭിപ്രായം? നമ്മൾ പലപ്പോഴും ഇത് നമ്മുടെ സൗകര്യാർത്ഥം മാറ്റുകയാണ്. ഇതൊന്നും ഇവിടെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. യൂറോപ്പിലെ പല സഭാ സമൂഹങ്ങളിലും ഇതെല്ലാം മാറ്റപ്പെട്ടു കഴിഞ്ഞു.
അവിടെ നരകം, പാപം എന്ന് പേര് പോലും പറയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, യൂണിവേഴ്സലിസം അത് സഭയുടെ പ്രബോധന അധികാരം അതിനെ എതിർക്കുകയാണ്. നിത്യജീവന്റെ ദർശനത്തിലേക്ക്, നിത്യതയുടെ വെളിച്ചത്തേക്ക് ഈ തലമുറയെ നയിക്കുക എന്നുള്ളത് യുഗാന്ത്യ സഭയുടെ ദൗത്യമാണ്. വന്യവൈദികരും സമർപ്പിതരും സന്യസ്തരും സഭയുടെ ആത്മായ പ്രേക്ഷിതരും ഒരുപോലെ ഈ കാലത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി നിത്യജീവന്റെ സുവിശേഷം പ്രഘോഷിക്കണം. ഭൗതികതയുടെ അതിപ്രസരത്തിൽ നിന്ന് ദൈവജനത്തെ നമ്മൾ വീണ്ടെടുക്കണം. പ്രിയപ്പെട്ടവരെ, കാറ് തരുന്ന ഈശോ, വിസ തരുന്ന ഈശോ, വീട് തരുന്ന ഈശോ, സ്ഥലവിൽപ്പന നടത്തുന്ന ഈശോ, ഇതെല്ലാം ഈശോ ചെയ്യും, ഒരു സംശയവുമില്ല. കാരണം നമുക്ക് ഭൗതികമായ ആവശ്യങ്ങൾ വേണം. പക്ഷെ അതിനു വേണ്ടി മാത്രമാണ് നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നത്? ഈ ഭൗതികമായ നന്മകൾക്ക് വേണ്ടി മാത്രമാണോ നമ്മൾ കർത്താവിനെ അനുഗമിക്കുന്നത്? ഇപ്പോൾ ഈ സെക്കൻഡിൽ കർത്താവ് നമ്മൾ വിളിച്ചാൽ എല്ലാം കഴിഞ്ഞില്ലേ? എല്ലാം തീർന്നില്ലേ? യൂണിവേഴ്സലിസത്തെ സഭ എതിർക്കുന്നു. മറ്റൊരു പിശാചിന്റെ മറ്റൊരു പ്രബോധനമാണ്, വ്യാജ പഠനമാണ്. ഒരു തരത്തിൽ നമ്മൾ പറഞ്ഞാൽ പ്ലൂറലിസം. അത് പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിന്റെ ശക്തിയെ ഇന്ന് ക്ഷയിപ്പിക്കുന്നുണ്ട്. പ്ലൂറലിസം എന്താണ് ഇതിന്റെ ഈ പഠനത്തിൽ? എല്ലാ മതങ്ങളിൽ രക്ഷയുണ്ട്. ശരി, എല്ലാ മതങ്ങളിൽ രക്ഷയുടെ അംശങ്ങൾ, കിരണങ്ങളുണ്ട്. എന്നാൽ സമ്പൂർണമായ രക്ഷ കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രമാണ്. രക്ഷ യേശുവിൽ മാത്രമാണ്, ഒരു സംശയമില്ല. ഇത് സഭയുടെ വിശ്വാസ സത്യമാണ്. 2000 വർഷമായി സഭ വിശ്വസിച്ചു പോരുന്ന മാറ്റമില്ലാത്ത വിശ്വാസ സത്യമാണ്. യേശു ക്രിസ്തു ഏക രക്ഷകനാണെന്ന്. എൻ്റെ സഹോദരങ്ങളെ, ഇതിൽ വെള്ളം ചേർക്കരുത്. ഇന്ന് ഇവിടെയൊക്കെയാണ് പലപ്പോഴും നമ്മുടെ വിശ്വാസം ക്ഷയിക്കുന്നത്. നമ്മൾ എന്തിനാണ് ഇങ്ങനെ യേശു ഏകരക്ഷകനാണെന്ന് നമ്മൾ ഒരു വിശ്വാസത്തെയും ഉരുപ്പെടുത്താൻ പോകണ്ട. പക്ഷെ നമ്മുടെ വിശ്വാസം നമ്മൾ ധീരതയോടെ പ്രഘോഷിക്കണം. സ്നേഹത്തിൽ സത്യം പറയാനുള്ള ഒരു പ്രതിബദ്ധത ഈ കാലഘട്ടത്തിലെ ദൈവജനത്തിനുണ്ടാകണം, വൈദികർക്കുണ്ടാകണം, സമർപ്പിതർക്കുണ്ടാകണം. സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ എന്താ സഭയോട് പറഞ്ഞത്? മറ്റൊരുവനിലും രക്ഷയില്ല. അപ്പോസ്തല പ്രവർത്തനം 4:12 ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല, യേശുവിന്റെ നാമമല്ലാതെ. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഇത് സഭയുടെ പ്രബോധനമാണ്. നിങ്ങൾ ശ്രദ്ധിച്ച്, ഇത് വിശുദ്ധനായ ജോൺ പോൾ 2 മാർപ്പാപ്പ സഭയ്ക്ക് സമ്മാനിച്ച മനോഹരമായൊരു ചാക്രിക ലേഖനമാണ് മലയാളത്തിൽ രക്ഷകന്റെ മിഷൻ. ഈ ചാക്രിക ലേഖനത്തിൽ പരിശുദ്ധ പിതാവ് വളരെ പ്രവാചക ശബ്ദത്തോടെ സഭാമക്കളെ അറിയിക്കൂ. ഞാൻ പറഞ്ഞു, ഇതൊക്കെ വിവേചിക്കാനുള്ള ജ്ഞാനം നമുക്ക് വേണം. ഇല്ലെങ്കിൽ നമ്മൾ മലിനപ്പെട്ടു പോകും, നമ്മുടെ വിശ്വാസം ക്ഷയിച്ചു പോകും, സഭ തളരും, കുടുംബങ്ങൾ തകരും, കൂട്ടായ്മകൾ ശിഥിലീകരിക്കപ്പെടും. വിശ്വാസത്തിന്റെ ബലമുള്ളിടത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ പിശാചിന് അധികം പ്രവർത്തിക്കാൻ പറ്റുകയില്ല. ആദിമ സഭയുടെ ശക്തി വിശ്വാസത്തിന്റെ ശക്തിയായിരുന്നു. അവർ സത്യവിശ്വാസം ജീവിച്ചവരും പ്രഘോഷിച്ചവരുമായിരുന്നു. അതുകൊണ്ട് ആദിമ സഭ അതിവേഗം വളരുകയാണ്. പീഡനങ്ങളും കഷ്ടതകളും ദുരിതങ്ങളും പ്രതിസന്ധികളെല്ലാം ഉണ്ടായപ്പോൾ അവർ വിശ്വാസ ശക്തിയിൽ അതിനെല്ലാം അതിജീവിക്കുകയാണ്. യുഗാന്ത്യ സഭയ്ക്ക് ആദിമ സഭയതിനേക്കാൾ വലിയ വിശ്വാസ ചൈതന്യമുണ്ടാകണം. ആദിമ സഭ നേരിട്ടതിനേക്കാൾ വലിയ പീഡനങ്ങളിലൂടെയാണ് യുഗാന്ത്യ സഭ ഇനി കടന്നു പോകുന്നത്. എന്താണ് മാർപ്പാപ്പ പറഞ്ഞത്? അവനിലില്ലാതെ മറ്റൊരുവനിൽ രക്ഷയില്ല. നമ്മുടെ രക്ഷയ്ക്കായി ആകാശത്തിന് കീഴിൽ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. സെൻഹീദ്രിൻ സമിതിയുടെ മുൻപാകെ നടത്തിയ ഈ പ്രസ്താവനയ്ക്ക് ഒരു സാർവത്രിക മൂല്യമുണ്ട്. എന്തെന്നാൽ എല്ലാ മനുഷ്യർക്കും, യഹൂദർക്കും പുറംജാതികൾക്കും ഒരുപോലെ രക്ഷ യേശു ക്രിസ്തുവിൽ നിന്ന് മാത്രമാണ് ലഭിക്കുന്നത്. രക്ഷ യേശു ക്രിസ്തുവിൽ നിന്ന് മാത്രമാണ് ലഭിക്കുന്നത്. വിശ്വസിച്ച് ഹല്ലേലൂയ പറഞ്ഞേ. ഇത് സത്യമാണ്. രക്ഷ യേശു ക്രിസ്തുവിൽ നിന്ന് മാത്രമേ ലഭിക്കുന്നത്. അതുകൊണ്ട് ഈശോ പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം 14:6 എന്താ ഈശോ പഠിപ്പിച്ചത്? ഇത് ഈശോ പഠിപ്പിച്ച വചന.
വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. ആരും പിതാവിന്റെ അടുക്കലേക്ക് വരുന്നില്ല. മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ഇത് സഭയുടെ വിശ്വാസമാണ്. സഭയുടെ പൊതുവിശ്വാസ പ്രമാണത്തിൽ നമ്മൾ എന്നും ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. ഏക കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മൾ എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എങ്കിൽ കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. എൻ്റെ സഹോദരങ്ങൾ, നമ്മളിത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഇന്ന് പലർക്കും എന്താ സംഭവിക്കുന്നറിയോ? ഈ സാംസ്കാരിക അനുരൂപണം അത് സഭയുടെ ഒരു പ്രവർത്തനം, സഭയുടെ ഒരു ശുശ്രൂഷ തന്നെയാണ്. പക്ഷേ നമ്മുടെ വിശ്വാസത്തിൽ വെള്ളം ചേർത്തിട്ട് ഒരിക്കലും സാംസ്കാരിക അനുരൂപണം നടത്തരുത്. നമ്മൾ കർത്താവിൻ്റെ പരിശുദ്ധമായ വചനത്തിൽ അത് കലർപ്പില്ലാതെ നമ്മൾ സ്വീകരിക്കണം. വചനത്തെ മാറ്റാൻ നമുക്ക് ആർക്കും അധികാര അവകാശവുമില്ല. കാരണം വചനം ഈശോ തന്നെയാണ്. ദൈവവചനത്തെ കോംപ്രമൈസ് ചെയ്യരുത്. ഇത് പലപ്പോഴും സാംസ്കാരിക അനുരൂപണത്തിൻ്റെ പേര് പറഞ്ഞ്, അത് ഒരു പേര് പറഞ്ഞ് ഇന്ന് വചനത്തിന് വിരുദ്ധമായ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ നമ്മൾ കാണാൻ പറ്റും. പല ആഘോഷങ്ങളും നമുക്ക് എന്തുമാത്രം ആഘോഷങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ഇത് പറയുമ്പോൾ നമ്മളിങ്ങനെ ഇടുങ്ങിയ യാഥാസ്ഥികരാണെന്ന് ചിന്തിക്കരുത്. വിശ്വാസത്തിൽ നമുക്കതുണ്ടാകണം. സ്നേഹവും വിശ്വാസവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. നമുക്കെല്ലാവരെയും സ്നേഹിക്കാനുള്ള ഹൃദയമുണ്ടാകണം. കരുതുവാനും അവർക്ക് നന്മ ചെയ്യാനും അവരെ സഹായിക്കാനുള്ള ഒരു വലിയ മനസ്സ് നമുക്കുണ്ടാകണം. പക്ഷെ അത് ഒരിക്കലും നമ്മുടെ വിശ്വാസത്തെ ഇല്ലാതാക്കിയിട്ടല്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നമ്മളിത് മനസ്സിലാക്കണം. ഇന്ന് പലപ്പോഴും ക്രൈസ്തവരായ നമ്മൾ പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിൻ്റെ സമ്പന്നത അറിയുന്നില്ല. നമ്മുടെ വിശ്വാസത്തിൻ്റെ മഹത്വം നമ്മൾ അറിയാതെ പോകുന്നു. അതുകൊണ്ട് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സഭയ്ക്ക് സമ്മാനിച്ച മറ്റൊരു ശ്ലൈഹിക ആഹ്വാനമാണ് ഏഷ്യയിലെ സഭ. അതിൽ മാർപ്പാപ്പ പറയുന്നുണ്ട്, അത് ഈ പ്ലൂറിസത്തോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഈ സാംസ്കാരിക അനുരൂപണം, ബഹുദൈവതവാദം, അതുപോലെ പ്രിയപ്പെട്ടവർ എല്ലാ മതങ്ങളിലും രക്ഷയുണ്ട്. അപ്പം അങ്ങനെയാണ് പിന്നെ എന്തിന് ഇവാഞ്ചലൈസേഷൻ്റെ ആവശ്യം? അത് ജോൺ പോൾ മാർപ്പാപ്പ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരെ ഇന്ന് ഇതുപോലെയുള്ള ചില സിദ്ധാന്തങ്ങൾ മുളച്ചു പൊന്തുന്നുണ്ട്. അത് പ്രബലപ്പെടുക. അത് നമ്മെ പലപ്പോഴും നമ്മൾ സെക്യുലറാക്കി മാറ്റും, നമ്മൾ ലിബറലാക്കി മാറ്റും. അവിടെ ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട് പ്രിയപ്പെട്ടവരെ. എന്താണ് ചതി? സത്യവിശ്വാസത്തെ ക്ഷയിപ്പിച്ച് കളയുക, സത്യപ്രബോധനങ്ങളെ ഇല്ലാതാക്കാൻ നോക്കുക. ഒരു ഡിസീവിങ് സ്പിരിറ്റാണത്. നമ്മൾ മനസ്സിലാക്കണം. അത് എന്താ മാർപ്പാപ്പ പറഞ്ഞത്? പെട്ടെന്ന് നമുക്കതൊന്ന് വായിക്കാം. ഓരോ സന്ദർഭത്തിലും സാംസ്കാരിക അനുരൂപണം സുവിശേഷവുമായുള്ള ചേർച്ചയാൽ നയിക്കപ്പെടണം. ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ടതായിരിക്കണം. നമ്മളിത് മനസ്സിലാക്കണത്. ചില ആഘോഷങ്ങളുടെ ആ തനിമ തന്നെ ഏറ്റെടുത്ത് നമ്മൾ അതുപോലെ ആഘോഷിക്കുകയാണ്. അവിടെ എവിടെയാ ഈ സുവിശേഷത്തിൽ ചേർന്ന വിശ്വാസം? എൻ്റെ സഹോദരങ്ങളെ, തിരിച്ചറിയണ്ടേ. ഇത് അറിയാനുള്ള ജ്ഞാനം ദൈവജനത്തിനുണ്ടാകണം. ജ്ഞാന ചൈതന്യത്താൽ, ആത്മാവിൻ്റെ ജ്ഞാനത്താൽ ഇത് വിവേചിച്ചുകൊണ്ട് സത്യവിശ്വാസത്തിൽ ഉറപ്പോടെ നിൽക്കുവാനുള്ള ഒരു പ്രതിബദ്ധത യുഗാന്ത്യ സഭയ്ക്കുണ്ടാകണം. മാർപ്പാപ്പ വീണ്ടും പറയുന്നു, സാർവത്രിക സഭയുടെ വിശ്വാസത്തോട് ഐക്യപ്പെട്ടായിരിക്കണം ഈ സാംസ്കാരിക അനുരൂപണം. അത് ആഘോഷമാകട്ടെ, അത് ഏത് സംസ്കാരത്തിൻ്റെ ഭാഗമാകട്ടെ, സാർവത്രിക സഭയുടെ വിശ്വാസ സത്യങ്ങളോട്, സഭയുടെ വലിയൊരു വിശ്വാസ സത്യമാണ് യേശു ഏകരക്ഷകൻ. ഈ സത്യത്തോട് ഐക്യപ്പെട്ടിരിക്കണം. സഭയുടെ പാരമ്പര്യത്തോട് പൂർണ്ണമായത് യോജിച്ചിരിക്കണം. ദൈവജനത്തിൻ്റെ വിശ്വാസത്തെ അത് ശക്തിപ്പെടുത്തണം. പലപ്പോഴും നമ്മുടെ പല ആഘോഷങ്ങളും ഇത് ജനത്തിന് വിശ്വാസം ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, ഉള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അത് പലരും വിശ്വാസത്തിൽ ഇടറിപ്പോവുകയാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കണമേ.
അപ്പോൾ മറ്റൊരു സംഗതിയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഈ കാര്യം നമ്മൾ മനസ്സിലാക്കുക, രക്ഷ യേശുവിലാണ്. അതാണ് ക്രിസ്തു മാർഗത്തെ മറ്റെല്ലാവരും വ്യത്യസ്തമാക്കുന്നത്. നമുക്ക് എല്ലാവരുടെ തുറവിയുണ്ടാകണം, സ്നേഹമുണ്ടാകണം. പക്ഷെ ഒരിക്കലും നമ്മുടെ വിശ്വാസം ഇല്ലാതാക്കിയിട്ടല്ല നമ്മൾ സ്നേഹിക്കാൻ പോകേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്നാണ് സെക്യുലറിസം. നമുക്കറിയാം, മതത്തെ നിരാകരിക്കുന്ന തത്വശാസ്ത്രമാണ്. ഇന്ന് യൂറോപ്പിലെ സഭ തകർന്നത് ഈ സെക്യുലറിസം കൊണ്ടാണ്. ഇന്ന് നമ്മുടെ അകത്തേക്കും പതുക്കെ ഇത് കടന്നുകൂടുന്നുണ്ട്. സെക്യുലറിസം. നമ്മൾ വളരെ സെക്യുലറായി ചിന്തിക്കണം. നമ്മളിങ്ങനെ വിശ്വാസത്തിൽ ഇങ്ങനെ ഈ അട്ടമെന്റ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ചിന്താഗതികൾ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുക. സഭയുടെ വിശ്വാസ തിരുസംഘം സമ്മാനിച്ചൊരു പുസ്തകമാണിത്, കർത്താവായ യേശു. നിങ്ങളിത് വായിക്കണം, എല്ലാവരും വായിക്കണം. നമ്മുടെ ബെനഡിക്ട് 16 മാർപ്പാപ്പ വിശ്വാസ സത്യ തിരുസംഘത്തിലെ പ്രീഫെക്റ്റ് ആയിരിക്കുന്ന സമയത്ത്, കർദിനാൾ ജോസഫ് റാറ്റ്സിംഗർ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം സഭയ്ക്ക് സമ്മാനിച്ചതാണ്. അതിൽ മാർപ്പാപ്പ പറയുന്നൊരു കാര്യമുണ്ട്. ഇന്ന് ഇങ്ങനെയുള്ള സെക്യുലറിസം, ആപേക്ഷിതവാദം, അതാണ് റിലേറ്റിവിസം. പാപത്തെ പാപമായി കാണാതിരിക്കുക. ഒരു പാപം, ആ പാപത്തെ ഞാൻ എങ്ങനെ ചിന്തിക്കുന്നു, ഞാൻ എങ്ങനെ കാണുന്നു, അതാണ് എനിക്ക് ശരി. അല്ലാതെ നിങ്ങൾ പറയുന്നതല്ല. എനിക്ക് ശരിയും തെറ്റും ഞാൻ ചിന്തിക്കുന്നതാണ്, ഞാൻ മനസ്സിലാക്കുന്നതാണ്. എന്തു വലിയ അപകടമാണ് പ്രിയപ്പെട്ടവരിത്. റിലേറ്റിവിസം. അതാണ് മാർപ്പാപ്പ പറയുന്നത്. മാർപ്പാപ്പ പറയുന്നൊരു കാര്യമുണ്ട് അവിടെ, അതൊന്ന് വായിച്ചു നിങ്ങൾ. ഇന്നത്തെ തത്വശാസ്ത്ര ദൈവശാസ്ത്രജ്ഞന്മാരുടെ ചില അഭിപ്രായങ്ങളും ധാരണകളുടെയും പശ്ചാത്തലത്തിലാണ് ഈ രേഖ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ദൈവശാസ്ത്രജ്ഞന്മാരുടെ ചിന്തകൾ, അഭിപ്രായങ്ങളൊക്കെ ചില അഭിപ്രായങ്ങൾ മാത്രമാണ്. അത് സഭയുടെ ഔദ്യോഗികമായ പഠിപ്പിക്കലല്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് ലിബറലായി സെക്യുലറായി ചിന്തിക്കുന്ന അനേകം തിയോളജിയൻസ് സഭയിലുണ്ട്. അവർ പറയുന്ന സകലതും സഭയുടെ സത്യപ്രബോധനങ്ങളാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. സഭ 2000 വർഷമായി ആചരിച്ചു പോകുന്ന പാരമ്പര്യമായിട്ടുള്ള സഭയുടെ വിശ്വാസ പാരമ്പര്യങ്ങളുണ്ട്. അതാണ് സഭയുടെ കെട്ടുറപ്പ്, അതാണ് ദൈവജനത്തിന്റെ ശക്തി. ഇന്ന് പിശാച് തന്ത്രപൂർവ്വം സഭയിൽ നിന്ന്, സഭയുടെ കുടുംബങ്ങളിൽ നിന്ന്, സഭയുടെ സമൂഹങ്ങളിൽ നിന്ന് ഇത് പയ്യെ അടർത്തി മാറ്റുകയാണ്. നമ്മൾ അറിയുന്നില്ല. ഇത് അടർത്തി മാറ്റിക്കൊണ്ടിരിക്കുക. വളരെ തന്ത്രപൂർവ്വമാണ് പിശാച്. അത് തിരിച്ചറിയാനാ യുഗാന്ത്യ സഭയിലെ ദൈവജനത്തിന് ജ്ഞാനത്തിന്റെ ആത്മാവ് വേണ്ടത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോടെ പറഞ്ഞേ. ഇതിനെക്കുറിച്ച് സ്വർഗം വേദനിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ മാതാവ് അനേകം ഇടങ്ങളിൽ രക്തക്കണ്ണീരൊഴുക്കി അമ്മ ഇന്ന് കരയുന്നത് തൻ്റെ മക്കളുടെ നാശം കണ്ടുകൊണ്ട്. ഏത് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുക? നമ്മളിത് തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. അത് അവരുടെ ചിന്താഗതിയാണ്, സഭയുടെ ഒഫീഷ്യൽ പഠനമല്ല. എന്നിട്ട് മാർപ്പാപ്പ അവിടെ അതിൻ്റെ ലക്ഷ്യം പറയുകയാണ്. ഈ പുസ്തകത്തെ ലക്ഷ്യം അവിടെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അടുത്ത കാടട്ടെ കർത്താവായ യേശു പെട്ടെന്ന് നമുക്ക് അതിലേക്ക് വരാം. അവിടെ പറയുന്നത്, അത് ഇല്ലെങ്കിൽ ഞാനത് വായിക്കാം. ചില ആധുനിക ചിന്തകരിൽ കാണുന്ന ആപേക്ഷികവാദവും റിലേറ്റിവിസവും എക്ലസിറ്റിസവും കർത്തനിഷ്ഠിതവാദവും സഭയുടെ പ്രബോധന അധികാരത്തെ അവഗണിക്കുന്നൊരു മനോഭാവം ഇന്ന് കാണുന്നുണ്ട്. ഈ പ്രമാണരേഖയുടെ പശ്ചാത്തലം യേശു ക്രിസ്തു ഏക രക്ഷകനാണ്, സഭ ഏകമാണ്, രക്ഷ സാർവത്രികമാണ്. ആ രക്ഷയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കാൻ സഭയ്ക്ക് കടമയുണ്ടെന്ന് സഭാ മക്കളെ പ്രബോധിപ്പിക്കുന്ന പ്രമാണരേഖയാണ് മലയാളത്തിൽ കർത്താവായ യേശു. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേ. സഭയുടെ വിശ്വാസം കണ്ടു, നമ്മുടെ വിശ്വാസത്തിന്റെ മഹത്വം കണ്ടു പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. പോരാ ശക്തിയോടെ പറഞ്ഞേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. സെൽഫ് ഡെവലപ്മെന്റ്, സെൽഫ് എംപവർമെന്റ്. നമ്മൾ ഈ സ്വയകേന്ദ്രീകൃതമായിട്ട് നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമ്മിൽ തന്നെ ഉത്തരമുണ്ട്. എല്ലാം സെൽഫാണ്. സ്വയത്തെ കേന്ദ്രീകരിക്കുക. എന്തൊരു അപകടമാണിത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം, ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഇതുപോലെയുള്ള കുറേ ടെക്നിക്കുകൾ, മെഡിറ്റേഷൻ ടെക്നിക്കുകൾ നമ്മളത് 3-ാം ദിവസത്തിൽ കണ്ടതാണ്. ഇതെല്ലാം ഇന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുക പ്രിയപ്പെട്ടവർ. ഇതിൻ്റെ നടുവിൽ കർത്താവിൻ്റെ ജനമായ നമ്മൾ
ജ്ഞാനത്തിൻ്റെ മേലങ്കി അണിയണം. നമ്മുടെ അമ്മ ബോധജ്ഞാനത്തിന് വികാസനമാണ്. സഭയുടെ പ്രബോധനങ്ങൾ നിങ്ങൾ പഠിക്കണം. സഭയുടെ വിശ്വാസ സത്യങ്ങൾ അറിയണം. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഞാൻ ഈ അടുത്ത നാളുകളിൽ തിരുസഭയുടെ ചരിത്രം എടുത്ത് പഠിച്ചപ്പോൾ സഭാപിതാക്കന്മാരെ, ആദിമ സഭയിൽ ഇതുപോലെയുള്ള ചില അബദ്ധ സിദ്ധാന്തങ്ങൾ ഉണ്ടായിരുന്നു. ആര്യനീസം, അന്നത്തെ വലിയ ജനപ്രീതിയുള്ള ഒരു സഭാ പണ്ഡിതനായിരുന്നു ഈ ആര്യനിയൂസ്. അദ്ദേഹം പറഞ്ഞു യേശുക്രിസ്തു ദൈവമല്ല, പിതാവിൻ്റെ സൃഷ്ടിയാണെന്ന് അദ്ദേഹം സ്ഥാപിച്ചു. ആ വലിയ പാഷാണ്ഡതയാണ്. ആ പാഷാണ്ഡതയെ സഭാപിതാവായ അത്തനേഷ്യസ് പിതാവ് AD 296 ജീവിച്ചതാണ്. അത്തനേഷ്യസ് ശക്തമായിട്ട് അതിനെ എതിർത്തു, പ്രസംഗിച്ചു. കർത്താവിൻ്റെ ജ്ഞാനത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് അദ്ദേഹം ഡോക്യുമെന്റുകൾ തയ്യാറാക്കി, ജനത്തെ പഠിപ്പിച്ചു, ജനത്തെ പ്രബുദ്ധരാക്കി. അന്നത്തെ ആ സഭാ നേതൃത്വത്തിന് അതിന് ബോധ്യം കിട്ടി. അങ്ങനെ നിക്യ സുനദോസിൽ യേശുക്രിസ്തു സത്യദൈവമാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തൊരു സഭാപിതാവാണ് വിശുദ്ധ സിറിൽ പിതാവ്. പിതാവിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിറിൽ പിതാവിന്റെ കാലഘട്ടങ്ങൾ അന്ന് സഭയിൽ മറ്റൊരു പാഷാണ്ഡത, അത് നെസ്തോറിയസമാണ്. നെസ്തോറിയൻ എന്ന് പറയുന്ന ഒരു 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 വലിയൊരു സഭയിൽ അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പിളിൽ പാത്രികേസായിട്ട് മാറി. അദ്ദേഹം പഠിപ്പിച്ചൊരു കാര്യമാണ്, എന്താണ്? യേശുക്രിസ്തു മാമോദീസ സമയത്താണ് ദൈവമായിട്ട് മാറിയത്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ മാതാവിനെ ദൈവമാതാവെന്ന് വിളിക്കാൻ പറ്റത്തില്ല. അവൾ ക്രിസ്തുവിൻ്റെ മാതാവാണ്. എന്തു വലിയ മണ്ടത്തരം ഇപ്പോൾ പറയുന്നത്. സിറിൽ പിതാവും മറ്റു പല പിതാക്കന്മാരും ഇതിന് ശക്തമായി ദൈവിക ജ്ഞാനത്തിൽ എതിർത്തു. അങ്ങനെ എഫെസോസ് സൂനകദോസ് AD 400 എഫെസോസ് സൂനകദോസ് കൂടുന്നത്. ആ സൂനകദോസിൽ സഭ പരസ്യമായി പ്രഖ്യാപിച്ചു, അമ്മ മാതാവ് അവൾ ദൈവമാതാവാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആ വിശ്വാസ സത്യം പ്രഖ്യാപിക്കപ്പെടുകയാണ്. ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചത്? സഭാപിതാക്കന്മാരിലൂടെ വെളിപ്പെട്ട ദൈവിക ജ്ഞാനം. ഈ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട വന്യ വൈദികരെ, ജ്ഞാനത്തിന്റെ ആത്മാവായിരിക്കണം ഈ നാളുകളിൽ നിങ്ങളെ നയിക്കേണ്ടത്. ദൈവജനത്തിന് ശക്തി പകരും. ബഹുമാനപ്പെട്ട സമർപ്പിതരെ, സന്യസ്തരെ, ആത്മാവിന്റെ തെളിഞ്ഞ ജ്ഞാനമായിരിക്കണം നിങ്ങളെ സമർപ്പിത ശുശ്രൂഷകളാൽ സഭയെ ബലപ്പെടുത്തേണ്ടത്. എൻ്റെ സഹോദരങ്ങളെ, അയൽമായ പ്രേക്ഷിതരെ, നമ്മുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും ആത്മാവിൻ്റെ ജ്ഞാനത്തിൽ നിറഞ്ഞതായിരിക്കണം. വിശുദ്ധ ജെറോമും അതുപോലെ തന്നെ ജെറോം പിതാവും അഗസ്റ്റിൻ പിതാവും, വിശുദ്ധനായ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സഭാപിതാവാണ് വിശുദ്ധനായ ജോൺ ക്രിസോസ്റ്റം പിതാവ്. ആ നാളുകളിൽ ദൈവവചനത്തിലും സഭാ നിയമങ്ങളിലും ഒരു അയവ് വന്നു. കുറെ അൽമായരും വൈദികരും അവരവർ പിന്മാറിപ്പോയി. ഇതൊക്കെ കഠിനമാണ്, ഇതൊക്കെ വേണം. ആദിമ സഭയിലുണ്ടായിരുന്നു. ജോൺ ക്രിസോസ്റ്റം പിതാവ് ശക്തമായി ദൈവിക ജ്ഞാനത്താൽ സുവിശേഷ സത്യങ്ങൾ പ്രഘോഷിച്ച് ആ കാലഘട്ടത്തിലെ സഭാ മക്കളെ സത്യവിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തി. സഭാ നിയമങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു, ജനത്തെ ബോധ്യമാക്കി, വൈദികരെ ബോധ്യപ്പെടുത്തി. അങ്ങനെ സഭയെ ബലപ്പെടുത്തുകയാണ്. അപ്പൊ സഭയ്ക്കെതിരെ ആഞ്ഞടിച്ച അബദ്ധ സിദ്ധാന്തങ്ങള്, തെറ്റായ പ്രബോധനങ്ങള്, കർത്താവിൻ്റെ സത്യവചനത്തിന് വിരുദ്ധമായ പഠനങ്ങള്, ഇതെല്ലാം സഭാപിതാക്കന്മാരെ അവരിലുണ്ടായിരുന്ന ദൈവിക ജ്ഞാനത്തോടെ അതിനെയെല്ലാം തകർത്ത് സഭയ്ക്ക് അവർ സമാധാനം കൊടുക്കുകയാണ്. സഭയിൽ സത്യവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്താ ഇത് തന്നെയാണ് ചെയ്യണം. അഭിവന്യ പിതാക്കന്മാരെ, വന്യ വൈദികര്, സമർപ്പിതരെ, സഭയുടെ ഓരോ കുഞ്ഞും ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ജ്ഞാനത്തിന്റെ ആത്മാവിന്റെ ആവശ്യകതയാണ് നമ്മൾ കാണുന്നത്. യുഗാന്ത്യ സഭയെ നയിക്കേണ്ടത് ജ്ഞാനത്തിന്റെ ആത്മാവായിരിക്കണം. ഈ കാലഘട്ടത്തിൽ സഭാമക്കൾക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് ജ്ഞാനത്തിന്റെ ആത്മാവ്, തെളിഞ്ഞ ജ്ഞാനം. ജ്ഞാനം 7:30 നമ്മൾ കണ്ടു. ജ്ഞാനത്തിനെതിരെ തിന്മ ബലപ്പെടുകയില്ല. എവിടെ ആത്മാവിന്റെ ജ്ഞാനമുണ്ടോ അവിടെ തിന്മ ബലപ്പെടുകയില്ല, അവിടെ തിന്മ വാഴുകയില്ല, അവിടെ പിശാച് വാഴുകയില്ല, അവിടെ ദുഷിപ്പുകൾ വാഴുകയില്ല. സഹോദരങ്ങളെ, കർത്താവിന്റെ സഭയിൽ ജ്ഞാന ചൈതന്യം നിറയാൻ, കർത്താവിന്റെ വൈദികരിൽ, സമർപ്പിതരിൽ, കുടുംബങ്ങളിൽ ജ്ഞാന ചൈതന്യം നിറയാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അമ്മ മാതാവിന്റെ കരം പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്.
സഹോദരങ്ങളെ, നിങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നുണ്ടോ? മടി പാടില്ല, അലസത വിചാരിക്കരുതേ. എല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങൾ വിലപ്പെട്ട പ്രാർത്ഥനകൾ സ്നേഹത്തോടെ ചോദിക്കുകയാണ്. ഒപ്പം നിങ്ങൾ ഈ ശുശ്രൂഷ അനേകരോട് പറയണം. അതിൽ ഉപേക്ഷ കാണിക്കരുത്. ഈ സത്യങ്ങൾ ഈ കാലഘട്ടത്തിലെ ദൈവജനം അറിയട്ടെ. അനേകര് ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന് പരിശുദ്ധാത്മാവിൻ്റെ സപ്തദാനങ്ങളാൽ നിറഞ്ഞ് അവരുടെ കുടുംബത്തിലും അവരുടെ സമൂഹത്തിലും നമ്മളായിരിക്കുന്ന സഭയിലും ഈശോയ്ക്ക് സാക്ഷ്യം നൽകുവാൻ നമുക്ക് സാധ്യമാക്കട്ടെ. നിങ്ങൾ അനേകർക്ക് ഈ ശുശ്രൂഷയുടെ ലിങ്കുകൾ അയച്ചു കൊടുക്കുക. പ്രിയപ്പെട്ടവരെല്ലാവരോടും പറഞ്ഞ് ഈ ശുശ്രൂഷയിലേക്ക് അവരെ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. ഭയഭക്തി ആദരവോടെ മുട്ടുകുത്തി ദിവ്യകാരുണ്യ ഈശോയെ നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. ജീസസ്. ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. ഭയഭക്തി ആദരവോടെ മുട്ടുകുത്തി നിന്ന് അൾത്താരയിലേക്ക് കരങ്ങൾ തുറന്നു പിടിച്ച് പരിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യേ കടന്നു വരുന്ന ഈശോയെ നമുക്ക് ഒന്നിച്ച് ആരാധിക്കാം. പരിശുദ്ധ അമ്മയോടും വിശ്വാസ പിതാവിനോടും തിരുസഭയിലെ സകല വിശുദ്ധരോടും പ്രവാചകരോടും സഭാപിതാക്കന്മാരോടും ഒന്നു ചേർന്ന് നമ്മൾ ഈശോയെ ആരാധിക്കുന്നു. ഈശോ നിത്യപിതാവേ ആരാധന, നിത്യസത്യമേ ആരാധന, നിത്യാത്മാവേ ആരാധന, നിതാന്ത സ്നേഹമേ ആരാധന. നിത്യപിതാവേ ആരാധന, നിത്യസത്യമേ ആരാധന, നിത്യാത്മാവേ ആരാധന, നിതാന്ത സ്നേഹമേ ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന, 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 ആരാധന അങ്ങേക്ക് ആരാധന. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കുർബാനയിൽ സത്യമായും നമ്മുടെ ഈശോ എഴുന്നള്ളിയിരിക്കുകയാണ്. ഇത് വെറും ഗോതമ്പിന്റെ അപ്പമല്ല, സർവശക്തനും സർവാധിപനുമായ കർത്താവ് ജീവനോടെ നമ്മുടെ മുൻപിൽ വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ കണ്ടു യുഗാന്ത്യ സഭ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയെ കുറിച്ച്. സത്യവിശ്വാസം സംരക്ഷിക്കുവാനും ഈ വിശ്വാസത്തിൽ ദൈവജനത്തെ ഉറപ്പിച്ചു നിർത്തുവാനും ബഹുമാനപ്പെട്ട വന്യവൈദികരും സമർപ്പിതരും ആത്മായ പ്രേക്ഷിതരും സഭയുടെ ഓരോ മകനും മകളും കാണിക്കേണ്ട തീഷ്ണതയെക്കുറിച്ച്. ഇന്ന് പിശാച് ഏറ്റവും അധികം പോരാടുന്നത് വിശ്വാസത്തെ ഇല്ലാതാക്കുവാനാണ്. കർത്താവ് വിശ്വസ്തയോടെ സഭയ്ക്ക് നൽകിയിരിക്കുന്ന സത്യവിശ്വാസത്തെ നശിപ്പിക്കുവാൻ, സഭയുടെ സത്യപ്രബോധനങ്ങളെ ഇല്ലാതാക്കുവാൻ ഇന്ന് വളരെ തന്ത്രപരമായി സാത്താൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം. അതിനവൻ പല
തത്വശാസ്ത്രങ്ങളും ഇന്ന് രൂപപ്പെടുത്തിയിരിക്കുന്നു. നമ്മളതെല്ലാം കാണുകയായിരുന്നു. പൗലോസ്ലീഹ പറയുന്നുണ്ട് കൊളോസസ് 2:7, ക്രിസ്തുവിനെ യോജിക്കാത്ത ഒരു തത്വചിന്തയ്ക്കും ആരും നിങ്ങളെ ഇരയാക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ വിശ്വസിക്കുന്നു മറ്റേത് നാളുകളേക്കാൾ ഉപരി യുഗാന്ത്യ സഭയ്ക്ക് ആത്മാവ് പൗലോസ്ലീഹ നൽകുന്ന വലിയൊരു സന്ദേശമാണത്. ക്രിസ്തുവിനെ യോജിക്കാത്ത, ക്രിസ്തുവിന്റെ വചനത്തിന് യോജിക്കാത്ത ഒരു ഫിലോസഫിക്കും ആരും നിങ്ങളെ ഇരയാക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. സഹോദരങ്ങളെ, ജ്ഞാനത്തിന്റെ ആത്മാവിൽ നമ്മൾ ഉണരുവാൻ, ജ്ഞാന ചൈതന്യത്തിൽ നമ്മൾ നയിക്കപ്പെടുവാൻ, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക്, ജീവിത പങ്കാളി, മാതാപിതാക്കള്, സഹോദരി സഹോദരങ്ങളിലേക്ക്, നമ്മുടെ സമർപ്പിത ഭവനങ്ങളിലേക്ക്, നമ്മുടെ ഇടവക കൂട്ടായ്മകളിലേക്ക്, തിരുസഭ മുഴുവനിലേക്കും ജ്ഞാനത്തിന്റെ ആത്മാവ് കടന്നു വരുവാൻ, അന്ധകാരങ്ങൾ മാറുവാൻ, വ്യാജ പഠനങ്ങൾ, തെറ്റായ പ്രബോധനങ്ങൾ ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ തകർക്കപ്പെടുവാൻ ജ്ഞാനം നൽകണമേ. ആത്മാവിന്റെ ജ്ഞാനം നൽകണമേ. ആത്മാവിന്റെ ജ്ഞാനം നൽകണമേ. കരമുയർത്തി ഒന്നിച്ച് വിളിക്കുന്നു ഈശോയെ. ജ്ഞാനത്തിന്റെ ആത്മാവ് വരിക. ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ നിറയട്ടെ. ശ്രദ്ധിക്കുന്നു. ദാനിയേൽ ഉണർത്തിയതുപോലെ ആത്മാവേ ഞങ്ങളെ ഉണർത്തണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ നവീകരിക്കണമേ. സത്യവിശ്വാസം കാക്കുവാൻ, വിശ്വാസം ജീവിക്കുവാൻ, അനേകർക്ക് ഈ വിശ്വാസം പകർന്നു കൊടുക്കുവാൻ ജ്ഞാനത്തിന്റെ ആത്മാവിനെ നൽകണമേ. സ്പിരിറ്റ് മൂവ്. സ്തുതിക്കുന്നു. ജ്ഞാനം, ശക്തി, വിവേകം, ബുദ്ധി പകരുക. മഴ പോൽ ഓരോ കുടുംബത്തിലേക്ക് അഭിഷേകം ഇറങ്ങട്ടെ. ശക്തി, വിവേകം, ബുദ്ധി പകരണമേ. മഴ പോൽ ചൊരിഞ്ഞിടട്ടെ. സഭയുടെ വിശ്വാസം കാക്കുവാൻ, ഈ വിശ്വാസം ഈ കാലഘട്ടത്തിൽ ധീരതയോടെ പ്രഘോഷിക്കുവാൻ ജ്ഞാനം നൽകണമേ. ആത്മാവിന്റെ ജ്ഞാനം നൽകണമേ. ജ്ഞാനത്തിന്റെ ആത്മാവിൽ ഞങ്ങൾ ഉണർത്തണമേ. നിന്നാത്മാവാൽ നിറച്ചിടണേ, നിറച്ചിടണേ, നിറച്ചിടണേ. യുഗാന്ത്യ സഭയിൽ അമ്മ മാതാവാണ് ആത്മാവിന്റെ കൃപകളെ ത്വരിതപ്പെടുത്തുവാനായി പരിശുദ്ധ ത്രിത്വം നിയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാം, അമ്മ ബോധജ്ഞാനത്തിന് സിംഹാസനമാണ്. ഈ അൾത്താരക്കരികിൽ അമ്മ നിപ്പുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അമ്മ ഇവിടെയുണ്ട്. എവിടെ പരിശുദ്ധ കുർബാനയുണ്ടോ അവിടെ അമ്മയുണ്ട്. അവൾ ദിവ്യകാരുണ്യത്തിന്റെ അമ്മയാണ്. ശൗസപിതാവ് ഒപ്പമുണ്ട്. സഭ മുഴുവൻ നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ കുടുംബങ്ങളെ ദേവാലയമാക്കി മാറ്റുന്ന കൃപയുടെ സമയമാണിത്. നിങ്ങൾ പരസ്പരം കരങ്ങൾ കോർത്തു പിടിക്കും ദിവ്യകാരുണ്യ സന്നിധിയിൽ. എൻ്റെ മാതാപിതാക്കളെ, നമ്മൾ വചനത്തിൽ ഇന്ന് കണ്ടു, നമ്മുടെ മക്കൾക്ക് സത്യവിശ്വാസം പകർന്നു കൊടുക്കുന്നതിൽ നമ്മൾ ജാഗ്രതയുള്ളവരാകണം. അവരെ വിശ്വാസത്തിൽ വളർത്തുന്നതിൽ നമ്മൾ ഉത്സുകരാകണം. ഇല്ലെങ്കിൽ വലിയ കണക്ക് നമ്മൾ ബോധിപ്പിക്കേണ്ടി വരും. ആരുടെ മുൻപിൽ? കർത്താവായ യേശുവിന്റെ മുൻപിൽ. അതിനുവേണ്ടി നമ്മൾ വില കൊടുക്കണം, ത്യാഗമെടുക്കണം. നമ്മുടെ മക്കൾക്ക് വേണ്ടി പരിഹാരം ചെയ്തു പ്രാർത്ഥിക്കണം. ജ്ഞാനത്തിന്റെ വെളിച്ചം അവർക്ക് കിട്ടാൻ, ജ്ഞാന ചൈതന്യത്താൽ നമ്മുടെ മക്കൾ നയിക്കപ്പെടുവാൻ നമ്മുടെ വന്യവൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരെല്ലാം ഈ ജ്ഞാന ചൈതന്യത്താൽ നയിക്കട്ടെ. ദൈവജനത്തെ ഈ നാളുകളിൽ സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഈ നാളുകളിൽ സത്യവിശ്വാസത്തിൽ ജനത്തെ ഉറപ്പിച്ചു നിർത്തുന്ന വിശ്വാസത്തിന്റെ പ്രഘോഷകരും സംരക്ഷകരുമായി നമ്മുടെ വന്യവൈദികർ മാറുവാൻ ജ്ഞാനത്തിന്റെ ആത്മാവിനായി പ്രാർത്ഥിക്കുക. സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കരങ്ങൾ കോർത്തു പിടിച്ച് എല്ലാവരും പ്രകാരം ചൊല്ലി സ്വരമുയർത്തി പ്രാർത്ഥിച്ച്, ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, എല്ലാ പാപങ്ങളും വർഷിക്കുവാൻ പ്രാപ്തരാക്കുന്ന ദൈവഭയം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ കനിവാകണമേ. യഥാർത്ഥ ദൈവമക്കൾക്ക്
മക്കൾക്ക് യോജിച്ച വിധം ദൈവത്തെ സ്നേഹിക്കുവാനും ആദരിക്കുവാനും മാതാപിതാക്കളെയും മക്കളെയും മാനിക്കാനും ഞങ്ങളെ കെൽപ്പുള്ളവരാക്കുന്ന ദൈവഭക്തിയുടെ ദാനം ഞങ്ങൾക്ക് നൽകണമേ. ശാശ്വതവും നശ്വരവുമായ കാര്യങ്ങളെ ദൈവം വിധിക്കുന്നത് പോലെ വിധിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുന്ന അറിവിന്റെ ദാനം ഞങ്ങൾക്ക് നൽകണമേ. ദൈവസ്നേഹത്തെ പ്രതിയും അവിടുത്തെ ഉപരി മഹത്വത്തെ പ്രതിയും എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കുന്ന ആത്മശക്തിയുടെ ദാനം ഞങ്ങൾക്ക് നൽകണമേ. ക്രിസ്തുവിനെ പോലെ സത്യത്തിന്റെ പാതയിൽ ഞങ്ങളെ നയിക്കുകയും മറ്റുള്ളവരെ നയിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന ആലോചന എന്ന ദാനം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, അങ്ങ് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ആഴത്തിൽ അവബോധമുള്ളവരാകാൻ ഞങ്ങളെ പ്രാപ്തരാക്കുന്ന ബുദ്ധിയുടെ ദാനം ഞങ്ങൾക്ക് നൽകണമേ. നിത്യജ്ഞാനത്തിന് അനുസൃതവും ഉചിതവുമായ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ യോഗ്യരാക്കുന്ന ജ്ഞാനമെന്ന ദാനം ഞങ്ങൾക്ക് നൽകണമേ. സഭയ്ക്ക് നൽകണമേ. വന്യവൈദികർക്ക് സമർപ്പിതർക്ക് ആത്മായ പ്രേക്ഷിതർക്ക് കുടുംബസ്ഥർക്ക് യുവജനങ്ങൾക്ക് കുഞ്ഞുമക്കൾക്ക് ആത്മാവേ നൽകണമേ. പിതാവിന്റെയും പുത്രന്റെയും പൂർണ്ണമായ സ്നേഹ കൂട്ടായ്മയിൽ ജീവിക്കുന്ന അത്യുന്നതനായ ദൈവത്തിന്റെ ദാനമേ, ഇവയെല്ലാം ഞങ്ങൾക്ക് കനിഞ്ഞു നൽകാൻ ദയുണ്ടാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. കോർത്തിപ്പിടിച്ച കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരിക്കൽ കൂടെ ഈ സപ്തദാനങ്ങൾക്കായി ആത്മാവിന്റെ വിശുദ്ധ ദാനങ്ങളാൽ നമ്മൾ മുദ്രിതരാകുവാൻ, അഭിഷേചിതരാകുവാൻ, നമ്മുടെ കുടുംബങ്ങൾ പ്രകാശിതമാകുവാൻ, സഭ പ്രശോഭിതയാകുവാൻ ഒന്നിച്ചൊരു മനസ്സോടെ വിളിക്കുന്നു. യേശുവേ, ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള കർത്താവേ, അവിടുത്തെ സപ്താത്മാക്കളാ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഈ കാലഘട്ടത്തിൽ ജ്ഞാനത്തിന്റെ മേലങ്കി അണിഞ്ഞ് കൃപയോടെ ജീവിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഫലം തരിക നിൻവരദാനങ്ങൾ ദാസർക്കേകിടുക. ആത്മാവേ വരിക, ദാനഫലം തരിക നിൻവരദാനങ്ങൾ ദാസർക്കേകിടുക. പരിശുദ്ധ കുർബാനയിൽ നിന്ന് ആത്മാവിന്റെ വിശുദ്ധ ദാനങ്ങളാൽ ഈശോ നമ്മെ വിശുദ്ധീകരിക്കുകയും മുദ്ര ചെയ്ത സമയമാണ്. സ്ഥൈര്യലേപനം എന്ന കുദാശ വഴി നമ്മിലേക്ക് വന്ന ഈ വിശുദ്ധ ദാനങ്ങളെ ആത്മാവ് ഉജ്ജ്വലിപ്പിക്കുന്ന, പ്രകാശിപ്പിക്കുന്ന കൃപയുടെ സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഈശോയെ, അങ്ങ് എത്ര നല്ലവനാണ്, നമ്മോട് കാണിക്കുന്ന സ്നേഹത്തിനായി. ഒപ്പം സഹോദരങ്ങളെ, ഞാൻ വീണ്ടും പറയട്ടെ, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പറ്റുന്നൊരു ത്യാഗമെടുത്ത് നമ്മുടെ കൊച്ചു കൊച്ചു സഹനങ്ങളെ കൃപകളായി സ്വീകരിച്ച് ഈ 18 ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ സപ്താത്മാക്കളെ ശുശ്രൂഷയിൽ നമ്മുടെ കുടുംബങ്ങൾ, കൂട്ടായ്മകൾ, നമ്മുടെ സഭാ സമൂഹങ്ങളെല്ലാം ഉണർത്തപ്പെടുവാനും ഈശോ ആഗ്രഹിക്കുന്ന പോലെ വിശുദ്ധീകരിക്കപ്പെടുവാനും നിങ്ങളെ വിലപ്പെട്ട പ്രാർത്ഥന ഒരിക്കൽ കൂടെ ചോദിക്കുകയാണ്. ഇതിന് ലിങ്കുകളും പോസ്റ്ററുകളൊക്കെ നിങ്ങൾ അനേകർക്ക് അയച്ചു കൊടുത്ത് ദൈവരാജ്യ ശുശ്രൂഷകളിൽ പങ്കാളികളാകുക. അത് നമ്മുടെ ജീവിതവും തലമുറയെ അനുഗ്രഹിക്കപ്പെടുവാനുള്ള ഒരു വഴിയാണ്. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനയുടെ കരങ്ങൾ ഷെഖേനയ്ക്കായി നീട്ടിത്തരണം. ഈ മാധ്യമ ശുശ്രൂഷയെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ കോട്ട കെട്ടണം. ഒത്തിരി പ്രാർത്ഥന ആവശ്യമുണ്ട്. ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രാർത്ഥന ഞങ്ങൾക്ക്
താങ്ങായി മാറട്ടെ. ഒപ്പം നിങ്ങളുടെ സഹായത്തിൻ്റെ, കരുതലിൻ്റെ കരങ്ങൾ നീട്ടിത്തരണമേ. ഒരുപാട് ആവശ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ദൈവജനത്തിൻ്റെ സഹായം കൊണ്ട് മാത്രമാണ് ഈ ചാനൽ മുന്നോട്ട് പോകുന്നത്. ഉപേക്ഷ കാണിക്കരുത്. നിങ്ങൾ പലരും സഹായിക്കുന്നുണ്ട്. അവരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഇനിയും കരങ്ങൾ നീട്ടണമെന്ന് സ്നേഹത്തോടെ താല്പര്യപ്പെടുകയാണ്. നമുക്ക് കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, ഞങ്ങൾ അനുഗ്രഹിച്ചതിനായി നന്ദി. ഞങ്ങളെ വിശുദ്ധീകരിച്ച സ്നേഹത്തിനായി നന്ദി. ഞങ്ങളോട് കാണിക്കുന്ന കാരുണ്യത്തിനായി നന്ദി, കൃപയ്ക്കായി നന്ദി. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോ നമ്മളെ ആശീർവദിക്കുന്ന സമയം ആത്മാവിന്റെ വിശുദ്ധ ദാനങ്ങളാൽ നമ്മൾ പ്രകാശിതരാകുവാൻ നന്ദി പറഞ്ഞ് അവിടുത്തെ സ്തുതിക്കുന്നു. ഈശോയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ ചൊരിയണമേ, കൃപ വർഷിക്കണമേ, അഭിഷേകം നൽകണമേ, അഭിഷേകം നൽകണമേ. Lord, anointing, 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 anointing. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്റെ സഹോദരങ്ങളെ, ഇന്നേ ദിനത്തിലെ ശുശ്രൂഷകൾ നയിച്ച കർത്താവിന് നമുക്ക് നന്ദി പറയാം. നാളത്തെ ശുശ്രൂഷയ്ക്കായി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങി വരേണ്ടത് സത്യവിശ്വാസം മുറുകെ പിടിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് വലിയ വിശ്വാസത്തോടെ 7 പ്രാവശ്യം നമുക്കിത് ഏറ്റുപറഞ്ഞ് ദൈവിക ജ്ഞാനത്തിനും ആത്മനിറവിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഉപേക്ഷ കാണിക്കരുത്. രണ്ടാമത്, വിശ്വാസം നഷ്ടപ്പെട്ട എല്ലാ ആത്മാക്കളും സത്യവിശ്വാസത്തിലേക്ക് തിരിച്ചു വരാൻ പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. അനേകരുടെ ഹൃദയത്തിൽ വിശ്വാസത്തിന് വെളിച്ചം കെട്ടുപോയി അവർ വീണ്ടും സഭയിലേക്കും സഭയുടെ വിശ്വാസത്തിലേക്കും കടന്നു വരുവാൻ നമ്മൾ തീഷ്ണതയോടെ ജപമാല ചൊല്ലി അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുക. മൂന്നാമതായി, ധ്യാനിക്കേണ്ട ദൈവത്തിൻ്റെ വചനം പൗലോസ് തെസ്സലോനി സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് ധ്യാനിച്ച് വചനത്തിൻ്റെ കൃപ സ്വീകരിച്ചുകൊണ്ട് നാളത്തെ ശുശ്രൂഷയിലേക്ക് കടന്നു വരാം. എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ല രാത്രി ആശംസിക്കുന്നു. ഹോളി നൈറ്റ്.